ദൈവത്തിൻ്റെ മാധുര്യമേറിയ നാമം നല്ല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാഷണത്തിൽ കൂടി ഞങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ ഇത്തരുണത്തിൽ പ്രകാശിപ്പിക്കുന്നു. മാറ്റമില്ലാത്ത തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു നല്ല വേളയിൽ കൂടി നിങ്ങളുടെ നടുവിൽ വചനവുമായി നിൽപ്പാൻ സർവകൃപാലുവായ കർത്താവ് ഈ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയ്ക്ക് മുഖാന്തരമായി തീർന്നിരിക്കുന്ന ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ, എൽഷദായ് മിനിസ്ട്രി, അതിലെ എല്ലാ കുഞ്ഞുങ്ങളോടുമുള്ള അകമഴിഞ്ഞ നന്ദിയെ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ ദൈവസാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഒപ്പമായിരിക്കുന്ന എൽഷദായ് മിനിസ്ട്രീസിൻ്റെ ജീസസ് ഈസ് അലൈവിൻ്റെ സീനിയർ ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടിനു ജോർജ്, കൊട്ടാരക്കര ചർച്ചിൻ്റെ ചുമതലയിലായിരിക്കുന്ന പാസ്റ്റർ ജി മോഹൻ, കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെല്ലാ മക്കളെയും ഓർത്തുകൊള്ളുന്നു. ദൈവം എല്ലാ കുഞ്ഞുങ്ങളെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിനങ്ങളിൽ കർത്താവിൻ്റെ വരവിനോടനുബന്ധിച്ചുള്ള പ്രഭാഷണത്തിൽ ഇന്ന് ലോകവ്യാപകമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണയും രണ്ടാം ഭേദമായ കോവിഡ്, മനുഷ്യനിലെ ഇപ്പോൾ വരുന്ന ക്വാറന്റൈൻ, നമ്മൾ കേൾക്കാത്ത ഒത്തിരി പേരുകൾ, ലോക്ക്ഡൗൺ, മാസ്ക്, സാനിറ്റൈസർ, ഇതെല്ലാം എന്തിനെ കാണിക്കുന്നു എന്നതിനെപ്പറ്റി കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഒരിക്കൽ കൂടി ദൈവകുഞ്ഞുങ്ങളെ, ഇതൊരു മതത്തിനോ സംഘടനയ്ക്കോ ഒരു മറ്റ് വിഭാഗങ്ങൾക്കോ ഒന്നും എതിരല്ല. വരാൻ പോകുന്ന സംഭവങ്ങൾ നമ്മുടെ തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ പ്രഭാഷണം കൂടി നമ്മൾ ശ്രവിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതിന് നിതാന്തമായി ഒന്നാം ഭാഗം തുടങ്ങി വെച്ചപ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ സൂചിപ്പിക്കുവാൻ ഇടയായി തീർന്നു. നിർണായകമായ ചില കാര്യങ്ങളിൽ കൂടി നാം കടന്നുപോയി. ഈ കോവിഡിൻ്റെ പരിസമാപ്തിയിൽ നടക്കാൻ പോകുന്ന 3 തലങ്ങളായി ഇസ്രയേലിലേക്ക് യഹൂദൻ മടങ്ങി വരും. അതിന് നിതാന്തമായ ഒന്നാം പ്രഭാഷണം. 2, ഈ മഹാവ്യാധി ആഞ്ഞടിക്കുമെന്ന യേശുക്രിസ്തുവിൻ്റെ ഉലുവുമല പ്രഭാഷണത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രവചനങ്ങളിൽ കൂടിയായിരിക്കും ഈ പ്രഭാഷണത്തിൽ നാം ചിന്തിക്കുന്നത്. കർത്താവ് അനുവദിച്ചാൽ നമ്മുടെ ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാനൊരു വീടുണ്ടെന്നുള്ള സയൻസ് കൂടി നമ്മൾക്ക് ഈ പ്രഭാഷണത്തിൽ പ്രതിപാദിക്കും. 3-ാം തലമായി ഇനിയുള്ള പ്രഭാഷണത്തിൽ ഈ കോവിഡിൻ്റെ പരിസമാപ്തിയിൽ മനുഷ്യനെ ഡിറ്റക്ട് ചെയ്യാൻ കൈമേലിൽ ഒരു ചിപ്പ് വന്നാൽ അതിൻ്റെ ബാർകോഡും പ്രിവെൻറ്റീവ് മെഡിസിനും ഇന്നത്തെ ആധുനിക IBM-ഉം ഫേസ്ബുക്കിൻ്റെ മേധാവികളും മോണ്ടക്സ് കമ്പനിയും അതുപോലെ തന്നെ നിർണായകമായി ഇപ്പോഴത്തെ കൈകാര്യം ചെയ്യുന്ന ബിൽ ഗേറ്റ്സ്, മൈക്രോസോഫ്റ്റ്, വിൻഡോസിൻ്റെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പറയുന്നു മനുഷ്യരിലേക്ക് ഒരു ചിപ്പ് കൊണ്ടുവരാം. അങ്ങനെ മനുഷ്യൻ ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലെമൽ എന്ന വചനത്തിൻ്റെ നിവർത്തിയായി വെളിപ്പാട് പുസ്തകത്തിലേക്ക് അടുത്തത് നാം ചിന്തിക്കും. ഈ പ്രഭാഷണങ്ങളെല്ലാം ദൈവസന്നിധിയിൽ ദൈവകുഞ്ഞുങ്ങൾ സമയം പോലെ കേൾക്കണം. പ്രത്യേകിച്ച് ദൈവനാമത്തിൽ ഒരഭ്യർത്ഥനയുള്ളത്, ഒരിക്കൽ കൂടി ഇത് നിങ്ങൾ കേൾക്കുന്നവർ നിങ്ങളുടെ സഹോദരങ്ങളെയോ നിങ്ങളുടെ കൂട്ടുകാരെയോ കൂട്ടുവേലക്കാരെയോ ഒക്കെ കേൾപ്പിച്ച് അവരെയും ദൈവസന്നിധിയിൽ നിങ്ങൾ ആദായപ്പെടുത്തണമേ എന്ന് ദൈവനാമത്തിൽ ഞങ്ങൾ ഈ പ്രക്ഷേപണത്തിൽ കൂടി അഭ്യർത്ഥിക്കുക. പ്രത്യേകിച്ച് കാലത്തിൻ്റെ ഒരു തികവിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഈ പ്രഭാഷണങ്ങൾ എല്ലാവർക്കും ഒരനുഗ്രഹമായി തീരട്ടെ. അടുത്ത പ്രഭാഷണങ്ങൾ കേരളത്തിലും ലോകത്തിലും വരാൻ പോകുന്ന കാറ്റുകളെ പറ്റിയും പ്രളയങ്ങളെ പറ്റിയും ഇന്നത്തെ പ്രപഞ്ചത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റിയായിരിക്കും നാം ചിന്തിക്കുന്നത്. നിതാന്തമായി ഒരു 5 കാര്യം ഇപ്പോൾ നടക്കുന്ന തൊട്ടുവെച്ചുകൊണ്ട് ഈ പ്രക്ഷേപണത്തിൽ മത്തായി സുവിശേഷവും വിശുദ്ധ വെളിപ്പാട് പുസ്തകവും യഹസ്കേലും സെഫന്യാവും ഇരമ്യാവും യെശയ്യാവും മുഴുവൻ ഈ കാലഘട്ടത്തിൽ തിരുവചനം പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കും. പരിസമാപ്തിയിൽ നമ്മുടെ ഇതെല്ലാം നമ്മൾ ഇവിടുന്ന് വിട്ടേച്ച് പോകേണ്ട മക്കളോ, നമുക്കൊരു വീട് മധ്യാകാശത്തിൽ ഉണ്ടെന്നുള്ളത് യേശുനാഥൻ പറഞ്ഞ മൊഴിയോടുകൂടി പ്രഭാഷണം അവസാനിപ്പിക്കും. ദൈവജനം പ്രാർത്ഥനയോടെ ആയിരിക്കണം. ദൈവം നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ. പഴയ കാലത്ത് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ അങ്ങോട്ട് ഫോൺ ചെയ്തൊക്കെ ചോദിക്കണം, ട്രെയിൻ എപ്പോൾ വരും, ഞങ്ങളുടെ കമ്പാർട്ട്മെൻറ്റ് ഏതാ, ടിക്കറ്റിൻ്റെ സ്ഥിതി ഏതാ. ആ കാര്യങ്ങളെല്ലാം മാറിപ്പോയി കഴിഞ്ഞു. ഇപ്പം ലോകം വിരൽത്തുമ്പിലായിരിക്കുന്നു. നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈലിൽ കൂടി ട്രെയിൻ ബുക്ക് ചെയ്യുകയോ നമ്മുടെ റിസർവേഷൻ ചാർട്ടുകൾ ശരിയാക്കുകയോ ഏതും ചെയ്യാനുള്ളൊരു കാര്യം ക്ലിയർ ആയിരിക്കുന്നു. നേരെ അവിടെ ചെന്നാൽ മതി, നമ്മുടെ സീറ്റ് വരെ കിട്ടും. അവിടെ ചെല്ലുമ്പോൾ ഒരു പെൺകുട്ടി തന്നെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും, ഗാഡി 1 നമ്പർ ഫ്ലാറ്റ് മേൻ തോടി സി ദേർ ബാദ് പਹੁഞ്ചേക എന്നൊക്കെയുള്ള കാര്യം പറയുമ്പോൾ നമുക്കറിയാം വണ്ടി ഉടനെ എത്തുമെന്ന്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൻ്റെ
മുന്നറിയിപ്പുകൾ. നാം 2020 ഒരു 5-ാം മാസത്തിൻ്റെ അവസാന ദിവസങ്ങളിലേക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ദൈവവും ഞങ്ങൾ ലോകത്തിലെ സംഭവങ്ങൾ മുഴുവൻ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനത്തെ പറ്റി പ്രതിപാദിച്ചു കൊണ്ടിരിക്കുന്നു. ബൈബിൾ പ്രവചനങ്ങൾ. അങ്ങനെയെങ്കിൽ 10-70 കൂട്ടം കാര്യങ്ങൾ ഈ 2-3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ പ്രഭാഷണത്തിൽ 13 തലങ്ങൾ ഇസ്രായേലിനെ പറ്റിയുള്ള പ്രവചനങ്ങൾ എളിയ ദൈവദാസൻ എന്ന നിലയിൽ നിങ്ങളോട് വചനപ്രകാരം ഞാൻ അരുളപ്പാടിൽ കൂടി കർത്താവിൻ്റെ ദാസൻ വായിക്കുകയും അത് മനസ്സിലാക്കുകയും പ്രവചനങ്ങൾ ശ്രവിക്കുകയും ചെയ്തു. ഒരു 5 കാര്യങ്ങൾ, വരവിൻ്റെ ലക്ഷണങ്ങൾ. ഇന്ന് നമ്മുടെ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റ് ആയാലും മാതൃഭൂമിയായാലും ഏതെടുത്താലും നമ്മൾ കാണാം ന്യൂസ് ഹെഡ്ലൈൻസ് അല്ലെങ്കിൽ ഫ്ലാഷ് ന്യൂസ്. അതിന് നിതാന്തമായി ഒരു 5 കാര്യങ്ങൾ തൊട്ടുവെച്ച് വീണ്ടും മത്തായി സുവിശേഷത്തിലേക്കും തുടർന്ന് വെളിപ്പാടിലേക്ക് കടക്കാം. ഒന്നാമത്തെ സംഭവം, നമ്മുടെ ചരിത്രത്തിൽ ആദ്യമായി 2018 നമ്മുടെ കേരളം കാണുവാനിടയായി ഓക്കി ചുഴലിക്കാറ്റ്. ഇതുപോലെ മാരകമായൊരു ചുഴലിക്കാറ്റ് കേരളത്തിൽ ആഞ്ഞടിച്ച ഒരു കാലമുണ്ടായില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ തീരങ്ങൾ, തമിഴ്നാട്, കടലിലേക്ക് പോയ പ്രിയപ്പെട്ടവരെ എല്ലാം നോക്കി ജനം കടലിൻ്റെ നെറുകയിൽ നിൽക്കുന്ന ഒരു കാഴ്ച. ഒന്നുകിൽ ജീവനോടെ അവർ മടങ്ങി വരണം, ഇല്ലെങ്കിൽ അവരുടെ ഡെഡ് ബോഡി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ച. കടലിളകുന്നത് നാം കണ്ടു. ബൈബിളിലുണ്ടോ ഈ പ്രവചനങ്ങൾ? ഓക്കി ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന വാക്യങ്ങൾ ഈ അന്ത്യകാലത്തോടുള്ള ബന്ധത്തിലുണ്ടോ? ലൂക്കോസിന്റെ സുവിശേഷം 21:25 രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്ക നിമിത്തം പൂസീമവാസികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. നമ്മുടെ കൊച്ചു കേരളം കണ്ടുകൊണ്ട് ഓക്കി ചുഴലിക്കാറ്റ് വിഴിഞ്ഞത്തും കൊച്ചിയിലും മാർത്താണ്ഡത്തും കന്യാകുമാരിയിലും എല്ലാം കടലിളകുന്ന കാഴ്ച 2018 നവംബർ 29 ഡിസംബർ 1 ഒക്കെ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. കടലിൻ്റെയും ഓളത്തിൻ്റെയും മുഴക്കം. രണ്ടാമത്തെ സംഭവമായി ലോക ചരിത്രത്തിൽ ആദ്യമായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ എല്ലാ രാഷ്ട്രങ്ങളിലും കറങ്ങുന്ന ഒരു കാഴ്ച നിങ്ങൾ കാണുന്നുണ്ട്. ബൈബിളിനകത്തുണ്ടല്ലോ. ഇന്ന് എല്ലാ മതങ്ങളെ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അദ്ദേഹം 2019 ഫെബ്രുവരിയിൽ അദ്ദേഹം അബുദാബിയിലെത്തി. ഏകദേശം ഏറ്റവും വലിയൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മിഡിൽ ഈസ്റ്റിലെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ വിവിധ മത നേതാക്കൾ അദ്ദേഹത്തിന് കരം കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. വരാൻ പോകുന്ന വൺ വേൾഡ് റിലീജിയൻ, കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇവിടുത്തെ മത മേലധ്യക്ഷന്മാരെ കൈകൂപ്പി വിളിക്കുകയും അദ്ദേഹം റൊമാനിയയിൽ പോകുന്നു, ഇന്ത്യയിൽ വരുന്നു, ഏതെല്ലാം രാജ്യങ്ങളിൽ പോകുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടു. അതൊരു പ്രവചനത്തിന്റെ നിവർത്തിയായി കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഏകലോക മതം വൺ വേൾഡ് റിലീജിയനിലേക്ക് പോകുന്നു. വിശുദ്ധ വെളിപ്പാട് 13:7 കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ 2019 കം ടു അബുദാബി, റിലീജിയസ് കോൺഫറൻസ് ഓർഗനൈസ്ഡ് ഇൻ അബുദാബി. എങ്കിൽ കർത്താവിന്റെ വരവിന്റെ ലക്ഷണങ്ങൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 13:7 വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്യുവാൻ സകല ഗോത്രത്തിന്മേലും ഭാഷമേലും ജാതിമേലും വംശത്തിന്മേലും അവൻ അധികാരം ലഭിച്ചിരിക്കുന്നു. അടുത്ത പ്രഭാഷണത്തിൽ ഇതിനെപ്പറ്റി നമ്മൾ കൃത്യമായി ചിന്തിക്കുമ്പോൾ ഈ യാത്രകളെല്ലാം ലോകം ഒരുവന്റെ കയ്യിലേക്ക് പോകുന്നു. 3, നാം പാർക്കുന്ന ഇന്ത്യ. നല്ലൊരു പട്ടണമുണ്ട് ആസാം. ആസാമിന്റെ തലസ്ഥാനം ഗോഹട്ടിയിൽ നിന്ന് ഒരു മാരുതി 800 കാർ എടുത്തു വിട്ടാൽ 8 രാഷ്ട്രം കടന്നാൽ എവിടെ എത്താം? ബ്രിട്ടനിലെത്താം. ആ പാതയുടെ പേര് ഇന്നത്തെ ചൈനയുടെ സിൽക്ക് പാത, ദ സിൽക്ക് കൊറിഡോർ ഓഫ് ചൈന. എന്തിനു വേണ്ടി ഈ പാത ഒരുങ്ങുന്നത്? 8 രാഷ്ട്രങ്ങൾ. മാരുതി 800 എടുത്ത് 8 രാഷ്ട്രങ്ങൾ കടന്നാൽ ബ്രിട്ടനിലെത്താം. ദ സിൽക്ക് കൊറിഡോർ ഓഫ് ചൈന. എന്തിനു വേണ്ടി? ഈ ചൈനയുടെ സിൽക്ക് പാത ബ്രിട്ടനിലെത്തിയാൽ ബ്രിട്ടനിൽ നിന്ന് ഒരു സ്കെയിൽ എടുത്ത് വരച്ചാൽ 3 രാഷ്ട്രങ്ങളിലേക്ക് കടക്കാം. 1 സിറിയ, 2 ഈജിപ്റ്റ്, 3 ഇസ്രായേൽ. ഇങ്ങനെ ഒരു പാത ഒഴുങ്ങുമോ? അന്ത്യകാലം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി സാർ ആസാമിൽ ഒരു പാലം ഉദ്ഘാടനം ചെയ്ത് 5 കിലോമീറ്റർ ബോഗിബീൽ. ചൈനയിൽ ഒരു പാലം നാം കണ്ടു, 55 കിലോമീറ്റർ കടൽപ്പാലം. എന്തിനു വേണ്ടി പാലം ഒരുങ്ങുന്നു? പ്രിയ ദൈവജനമേ, സഭ എടുക്കപ്പെട്ടാൽ 3 യുദ്ധങ്ങൾ ഇവിടെ വരാൻ പോകുന്നു. യഹസ്കേൽ 38-39 ഗോഗ് മാഗോഗിന്റെ ആദ്യ യുദ്ധവും 2 സഭയുടെ നിർണായക നാളുകൾ മധ്യാകാശത്തിൽ നാം കഴിച്ചു വരുമ്പോൾ ഹർമഗദോനും ഒടുവിലത്തെ യുദ്ധം സാത്താനും സൈന്യത്തോടും ഉണ്ടെങ്കിൽ ആ യുദ്ധങ്ങളിൽ പട്ടാളത്തെ എത്തിക്കുവാൻ വേണ്ടിയ ഈ പാതകൾ ഇറാഖിന്റെ മണ്ണിൽ കൂടി ഇസ്രയേലിലേക്ക് കടക്കുന്നത് ബൈബിൾ പ്രവചനത്തിന്റെ നിവർത്തിയും. യെശയ്യാ പ്രവചനം 19:23 അന്നാളിൽ അശൂരിൽ നിന്ന് മിസ്രയീമിലേക്ക് ഒരു പെരുവഴി ഞാൻ ഉണ്ടാക്കും. ബ്രിട്ടനിൽ നിന്ന് സിറിയ, ഈജിപ്റ്റ്, ഇസ്രയേൽ. ഇതാണ് ചൈനയുടെ സിൽക്ക് പാത. നിങ്ങളുടെ പത്രങ്ങളിലും ഇന്റർനെറ്റിലും കണ്ടു കഴിഞ്ഞു. ദ സിൽക്ക് കൊറിഡോർ ഓഫ് ചൈന. അതിന് നിതാന്തമായി കാശ്മീരിൽ കാറക്കോണം ഹൈവേ, ബോഗിബീൽ പാലം. ഇതെല്ലാം കർത്താവിന്റെ വരവിന് നിതാന്തമായി കാണിക്കുന്നു. 4
പണ്ടത്തെ കാലത്ത് ഇത്രയും വേഗതയിൽ ഓടുന്ന ട്രെയിനുകളൊന്നുമില്ലായിരുന്നു. ഇന്ന് ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ ട്രെയിൻ, മെട്രോ ട്രെയിൻ, അത് കഴിഞ്ഞിട്ട് സ്പീഡ് ബസ്സുകൾ, മണിക്കൂറുകൾ കൊണ്ടെത്തുന്ന റെയിൽപാതകളെല്ലാം വന്നു കഴിഞ്ഞു. കണ്ടില്ലേ, നമ്മുടെ കേരളത്തിൽ നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂർ പോലും വേണ്ട അതിവേഗത റെയിൽപാത. മുംബൈ ടു അഹമ്മദാബാദ് 560 കിലോമീറ്റർ ഫാർ ഡിസ്റ്റൻസ്, റണ്ണിംഗ് ടൈം 2 hours. ദ ട്രെയിൻ ഈസ് named as ബുള്ളറ്റ് ട്രെയിൻ, ദ ഓൺ കമ്പാനിയൻ ഓഫ് ജപ്പാൻ. ജപ്പാന്റെ സഹകരണത്തിൽ നരേന്ദ്രമോദി സാർ അതുവരെ കൊണ്ടുവരുന്നു. ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്. തീർന്നില്ല, ഇപ്പോൾ ഈ ലോക്ക്ഡൌണിന് തൊട്ട് മുമ്പ് നമ്മുടെ നാട്ടിലെല്ലാം ഭയങ്കര ട്രാഫിക്, തിരക്കുകൾ, ഇതെല്ലാം കാണും. ബൈബിളിൽ ഈ കാലത്തെ പറ്റി എഴുതിയിട്ടുണ്ടോ? നഹൂം പ്രവചനം 2:4. രഥങ്ങൾ തെരുക്കളിൽ ചടുചടെ ചാടുന്നു, വീതികളിൽ അങ്ങുമിങ്ങും ഓടുന്നു, തീപ്പന്തങ്ങളെ പോലെ അത് പായുന്നു, മിന്നൽ പോലെ കുതിക്കുന്നു. അന്ത്യകാലത്തിന്റെ സംഭവം. ബുള്ളറ്റ് ട്രെയിൻ, തുരന്തോ എക്സ്പ്രസ്, മിന്നൽ ബസ്, അതിവേഗ വാഹനങ്ങൾ മുഴുവൻ അന്ത്യകാലത്ത് നിരത്തിലിറങ്ങുന്നു. പ്രവചനം. 5ാമത്തെ സംഭവം, മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും. പഴയ കാലത്ത് ഇതെന്ന് പറഞ്ഞാൽ മനുഷ്യൻ വിശ്വസിക്കത്തില്ല. 1969 ജൂലൈ മാസം 20-ാം തീയതി നെയിൽ ആംസ്ട്രോങ്ങിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം പോയി 3.25 ലക്ഷം കിലോമീറ്ററുള്ള ചന്ദ്രൻ അവിടെ ചെന്നിട്ട് അവർ പതാക ഉയർത്തി സങ്കീർത്തനം 39 പാടി ആകാശവിധാനം യഹോവയുടെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, അന്ന് ആരൊക്കെയോ പറഞ്ഞ് എവിടൊക്കെയോ പോയെന്ന്. പക്ഷേ ഇന്നത്തെ കാര്യം നിങ്ങൾ കേൾക്കണം. 2030-35 ഇടയ്ക്ക് മനുഷ്യൻ എവിടേക്ക് പോകുന്നു? ചൊവ്വയിലേക്ക് പോകുന്നു. പേര് മാർസ് 1. എങ്ങനെയാ? 125 ഡിഗ്രി സെന്റിഗ്രേഡ് കത്തിപ്പടുക്കുന്ന ചൊവ്വ, 5.25 കോടി കിലോമീറ്റർ ദൂരമുള്ള ചൊവ്വയിലേക്ക് മനുഷ്യൻ പോകുന്നു. സാധാരണക്കാരല്ല, പാലക്കാടുകാരി പെൺകുട്ടികൾ ലേഖ, ശ്രദ്ധ, തിരുവനന്തപുരം പൂജപ്പുര സ്വദേശി രാകേഷ് അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറുന്നു. ബൈബിളിലുണ്ടോ മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് കുടിയേറും, ചൊവ്വയിലേക്ക് പോകും? ഇതെല്ലാം ബൈബിളിലുണ്ട്. ഒബദ്യാവിന്റെ പ്രവചനം 4. മനുഷ്യ, നീ കഴുകനെ പോലെ ചിറകടിച്ച് നക്ഷത്രങ്ങളുടെ ഇടയിൽ പോയി കൂടുവെച്ച് പാർത്താലും അതിന്റെ നടുവിൽ നിന്ന് ഞാൻ നിന്നെ ഇളക്കുമെങ്കിൽ ഈ ഭൂമി വിട്ടാൽ നമുക്ക് പോകാൻ മറ്റൊരു വീടുണ്ടോ? ആ വീട്ടിലേക്കായിരിക്കണം നമ്മുടെ നിത്യ യാത്ര. ഒരിക്കൽ കൂടി ഓൺലൈനിൽ ഞങ്ങളുടെ മെസ്സേജ് ഇതിനകത്ത് കേൾക്കുന്ന ദൈവമക്കളെ, ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ അക്കമിട്ട് പറയുന്നു, കാലം അതിന്റെ അന്ത്യത്തിൽ, യുഗം അതിന്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിന്റെ കടശി ദിനങ്ങളിലേക്ക് ഇന്ന് നടന്നു നീങ്ങുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുകയും നമ്മെ കാത്തിരിക്കുന്ന ദൈവമക്കളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. ഇവിടെ നടക്കാൻ പോകുന്ന 1ാമത്തെ സംഭവം, കാത്തിരിക്കുന്ന തന്റെ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അതിന് നിതാന്തമായി നമുക്ക് വചനത്തിലേക്ക് കടക്കാം. വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 7-8 തിരുവെഴുത്തുകൾ. ബഹുമാനപ്പെട്ട ജിജി പാസ്റ്റർ വായിച്ച് സഹായിക്കും. മത്തായി സുവിശേഷം 24-7-8 വാക്യങ്ങൾ വായിക്കാം പാസ്റ്ററെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും, രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും, ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഈ കൊറോണ ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഈറ്റുനോവിന്റെ ആരംഭം. ഈ പ്രഭാഷണത്തിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വല്ലാത്തൊരു പ്രതിസന്ധിയിൽ ലോകം നീങ്ങുക. ആയിരങ്ങൾക്ക് ഒരു നേരത്തെ മെഡിസിൻ ഇല്ല, ആയിരങ്ങൾ ക്വാറന്റൈനകത്ത്, ആയിരങ്ങൾ പട്ടിണി മൂലം ക്ലേശപ്പെടുന്നു, ഒരു വാഹനം കിട്ടുവാൻ തെരുവിൽ നിൽക്കുന്നു. നമ്മുടെ കയ്യിൽ അവർക്ക് കൊടുക്കുവാനൊന്നുമില്ല. അപ്പോസ്തല പ്രവൃത്തി 1 അവർ കാത്തിരിക്കുന്നു, 2 അവർ പ്രാപിക്കുന്നു, 3 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിന്റെ ദാസന്മാർ കടന്നു പോകുക. ജന്മം മുതൽ അമ്മയുടെ ഉദരത്തിൽ നിന്ന് മുടന്തനായ ഒരുവനെ പരീക്ഷ പ്രമാണികൾ ഭിക്ഷയ്ക്ക് വേണ്ടി അവിടെ കൊണ്ടിരുത്തും. കഴിഞ്ഞ 3.5 വർഷമായി യെരുശലേമിന്റെ ദൈവാലയമാ. യേശു വരുമെന്ന് അറിഞ്ഞുകൊണ്ട് ഇവനെ ആരും കൊണ്ടിരുത്തത്തില്ല. മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി നാഥൻ ഉയർത്തെഴുന്നേറ്റ് പോയപ്പോൾ പരീശ പ്രമാണിമാർ വിചാരിച്ചു ഇനി അത്ഭുതം നടക്കത്തില്ലെന്ന്. ഈ സന്ദേശം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, അവൻ പോയെങ്കിലും അവൻ്റെ ആത്മശക്തിയുള്ള കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ ഇന്നും അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. 9-ാം മണി നേരം സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവദാസന്മാർ പോകും.
പോകുമ്പോൾ ഇവൻ ഒരു കാര്യം ചോദിച്ചോളൂ. ദൈവത്തിന്റെ ദാസന്മാരോട് ചോദിച്ചത്, സഹോദരന്മാരെ എനിക്ക് വല്ലതും തരണേ. ആ 2 ദൈവ കുഞ്ഞുങ്ങൾ പ്രാപിച്ച അഭിഷേകവുമായി മുട്ടുമടക്കി മുടന്തനായ ഒരുവന്റെ കരങ്ങളിലേക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞ്, സഹോദര, ഞങ്ങളുടെ കയ്യിൽ പൊന്നും വെള്ളിയും ഒന്നുമില്ല, എന്നാൽ ഞങ്ങളുടെ കയ്യിലുണ്ട് യേശുവിന്റെ വലിയ നാമം. ഈ പ്രഭാഷണം കേൾക്കുന്ന സഹോദരങ്ങള്, കൊറോണയ്ക്ക് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, ഒന്നാലും ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്, യേശുവിന്റെ വലിയ നാമം. സെക്കൻഡുകൾ കൊണ്ട് ഈ സഹോദരന്റെ കരങ്ങളിലേക്ക് പിടിച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ സഹോദരന്റെ കൈകാലുകളിലേക്ക് ചലിക്കുവാൻ തുടങ്ങി. നരയാണികൾ ചലിക്കുവാൻ തുടങ്ങി. അവന്റെ ശരീരത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വന്നു. അവൻ ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിച്ചതുപോലെ ഈ പ്രഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോക്ക്ഡൌണിലോ ക്വാറന്റൈനിലോ ആശുപത്രി കിടക്കകത്തോ കുഞ്ഞുങ്ങള്, യേശുവിന്റെ നാമത്തെ നീ വിളിച്ചപേക്ഷിച്ച ദൈവത്തിന്റെ മഹത്വം നിനക്ക് കാണുവാൻ കഴിയും. ഈ പ്രക്ഷേപണം ഞങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇടുക്കി മൂലമറ്റത്ത് ഒരു ടർബൈൻ കറങ്ങുമ്പോൾ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു ഹൈമാസ്ക് ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ വചനം നിന്റെ കിടക്കകളെ മാറ്റി എഴുന്നേൽപ്പിക്കുക, നിന്റെ മുടന്തായ കാലുകളെ എഴുന്നേൽപ്പിക്കുക, നിന്റെ കുരുടായ കണ്ണുകളെ തുറക്കുക, നിന്റെ പാപത്തിന്റെ കുഷ്ഠത്തെ മാറ്റുവാൻ കഴിയുമെങ്കിൽ അവൻ തുള്ളി ചാടി എഴുന്നേറ്റതുപോലെ ഈ പ്രക്ഷേപണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുത രോഗശാന്തി ചില കിടക്കകളിലേക്ക് ഇറങ്ങി വരട്ടെ. ഭാരമേറിയ വിഷയത്തിനകത്ത് കാൽവറിയിലെ മുറിഞ്ഞ കരം തൊട്ടുകൊണ്ടിരിക്കണമേ. ചില മുറിഞ്ഞ വിഷയങ്ങളുടെ അകത്ത് ഇനി കുടുംബം എഴുന്നേൽക്കില്ല, കുഞ്ഞുങ്ങൾക്ക് തല ഉയരാൻ അനുവദിക്കില്ലെന്ന് പിശാച് പറയുന്ന മണ്ഡലത്തിനകത്ത് ദൈവത്തിന്റെ കരം ഇന്ന് പകൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ദിനമായി മാറട്ടെ. കരുണാമയനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല വേളയ്ക്കായി ഞങ്ങൾ തിരുവേനിയെ വാഴ്ത്തുന്നു. 2 കുഞ്ഞുങ്ങൾ എവിടെ ഇരുന്ന് നിലവിളിച്ചാലും ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന മഹാദൈവം ഇന്ന് ഞങ്ങളുടെ നടുവിൽ അങ്ങ് ആഗതനായിരിക്കുന്നതിനാൽ ഞങ്ങൾ തിരുവേനിയെ വാഴ്ത്തുന്നു. അങ്ങ് എവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ പാദം ഒന്ന് ചലിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങയുടെ വസ്ത്രത്തിന്റെ തൊങ്ങൽ നിന്നൊരു ശക്തി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വിടുതൽ നടന്നതുപോലെ ഈ പ്രക്ഷേപണ ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ എത്തുമ്പോൾ കർത്താവെ, കാൽവറിയിലെ മുറിഞ്ഞ കരത്തിന്റെ ശക്തി ചില കുഞ്ഞുങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. കർത്താവെ, അവന്റെ ശബ്ദം അഗ്നിജ്വാലകളെ പൊട്ടിക്കുന്നുവെങ്കിൽ, അവന്റെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമെങ്കിൽ, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന് മീതെ മുഴുങ്ങുമെങ്കിൽ, അവന്റെ ശബ്ദം ലെബനോനിലെ ദേവദാരുക്കളുടെ തോൽ ഉരിച്ചു മാറ്റുന്നത് പോലെ ജീസസ് ഈസ് എലൈവിന്റെ വെബ്സൈറ്റിൽ കൂടി ഈ സന്ദേശം മുടങ്ങുമ്പോൾ അനേകം പേർ പാപത്തിന്റെ അന്ധകാരങ്ങളെ വിട്ട് യേശുവിന്റെ പാതയിലേക്ക് നടന്നു വരുക ഈ സന്ദേശ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. ഈ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും എൻ്റെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗത്താലുള്ളവർ അത്ഭുത രോഗശാന്തി പ്രാപിക്കട്ടെ. ഒരു വിഷയവുമായി ടെലിവിഷൻ സ്ക്രീനിന്റെയോ മൊബൈലിന്റെ മുമ്പിൽ ഇരിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ കരം ഇറങ്ങി വന്ന് അവരെ വിടുവിക്കുന്ന മിനിറ്റുകളായി മാറട്ടെ. ഒരിക്കൽ കൂടി എല്ലാ മക്കളെയും തിരുക്കരകൾ തരുന്നു. എൽഷദായ് മിനിസ്ട്രിയുടെ എല്ലാ ഹല്ലേലൂയ ചർച്ചുകളെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുടെ കൊട്ടാരക്കര ചർച്ച്, തിരുവനന്തപുരം, കോട്ടയം, കർത്താവേ, എറണാകുളം തീർന്നില്ല വിദേശ രാജ്യങ്ങളിലുള്ള കുഞ്ഞുങ്ങളെല്ലാം വല്ലൊരത്തൊരവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചർച്ചിന്റെ വിശ്വാസികൾക്കും വിശ്വാസ കുടുംബങ്ങൾക്ക് ദൈവദാസന്മാർക്ക് ഈ പ്രക്ഷേപണങ്ങൾ ഉത്തേജകമാകട്ടെ. ലോകവ്യാപകമായി മീഡിയയിൽ കൂടി അനവധി പേർ ഇത് കാണുമ്പോൾ യേശുവിന്റെ വരവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളുടെ സന്ദേശങ്ങളായി മാറുക ഞങ്ങൾ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. അപ്പച്ച, ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഡോക്ടറേറ്റോ ഒന്നും ഈ സന്ദേശത്തിൽ കൂടി ഉയരണ്ട. കാൽവറിയിൽ ഉയർത്തപ്പെട്ട യേശുവിന്റെ നാമം മാത്രം ഈ പ്രക്ഷേപണങ്ങളിൽ കൂടി ഉയരണം. ആദ്യോടന്ത തിരുസാന്നിധ്യത്തെ ഞങ്ങളെല്ലാം മറയ്ക്കണം. അനേകം പേർ സത്യത്തിന്റെ വചനം കേട്ടിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്ന് മുട്ടുമടക്കി ആരാധിപ്പ ഈ സന്ദേശ പരമ്പരകൾ മുഖാന്തരമാകട്ടെ. തിരുസാന്നിധ്യത്തിൽ ഞങ്ങൾ മറയ്ക്കും. ഈ സന്ദേശം എത്തുന്നിടത്തെല്ലാം ദൈവകരം പ്രവർത്തിക്കും. സകല മഹത്വം അപ്പച്ചന് കരേറ്റുന്നു യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനഭാഗത്തിലേക്കാണ് നാം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ നാം ഒരുമിച്ച് ചിന്തിച്ചു വിശുദ്ധ തിരുവെഴുത്തിൽ 39, 27, 66 പുസ്തകങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ 1189 അധ്യായങ്ങളും 31,173 വാക്യങ്ങളും. പഴയ നിയമം 39 മാറിയാൽ പുതിയ നിയമം 27 മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിന്റെ ഐതിഹ്യത്തോടുള്ള ബന്ധത്തിൽ ചരിത്രത്തിന്റെ ഏടുകളെപ്പറ്റി മശിഹാത്വവും ദാസത്വവും ദൈവത്വവും പുത്രത്വവും എല്ലാം കറക്റ്റായി കാണിക്കുന്നതാണ്. മശിഹാത്വത്തിന്റെ നിറവിൽ 1071 വാക്യങ്ങളിൽ 28 അധ്യായങ്ങൾ AD 37 മത്തായി എന്ന സുവിശേഷകനിൽ കൂടി രേഖപ്പെടുത്തിയ മത്തായി സുവിശേഷം 24 വീണ്ടും നാം വായിച്ചത് യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം. യേശു തന്നെ പറഞ്ഞ സെർമൺ ഓഫ് ദ മൗണ്ട്, എസ്കറ്റോളജി, യുഗാന്ത്യ സംഭവങ്ങൾ, കാലിക പ്രസക്തിയുള്ള സംഭവങ്ങളെ അക്കമിട്ട് നിരത്തിയ പ്രഭാഷണങ്ങള് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദൈവമക്കളെ, യേശു ക്രിസ്തുവിന്റെ ആഗമന
ആഗമനം, 4 ആഗമനങ്ങൾ തിരുവെഴുത്തിൽ. ഒന്ന്, മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ഭൂതലത്തിൽ കടന്നു വന്നു. 2, ഇനി ഇവൻ അത്ഭുതം ചെയ്യാനോ അതിശയം ചെയ്യാനോ ഒന്നുമല്ല വരുന്നത്. 2ാമത്തെ വരവ് തൻ്റെ മക്കളെ ചേർക്കുവാൻ മേഘത്തട്ടിൽ അവൻ വെളിപ്പെടും. 3, 1000 ആണ്ട് വാഴുവാൻ എൻ്റെ കർത്താവ് ഇവിടെ ഭരിക്കുവാൻ വരും. യെശയ്യാ പ്രവചനം, ഒരു രാജാവ് നീതിയോടെ വാഴും, അവൻ്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. 4, സകല മനുഷ്യരെയും ന്യായം വിധിക്കുവാൻ ഏകനും ധന്യനുമായ ന്യായാധിപതിയായി അവൻ സിംഹാസനത്തിൽ വെളിപ്പെടും. എല്ലാവരെയും ന്യായം വിധിക്കും. പ്രസംഗിക്കുന്ന എന്നെ, എന്നോട് സഹകരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാര്, കേൾക്കുന്ന നിങ്ങളെയെല്ലാം ദൈവത്തിൻ്റെ കോടതിയിൽ ന്യായം വിധിപ്പാൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് പോലെ സ്വർഗത്തിൽ നിന്ന് നമ്മളെ നോക്കി കാണുന്നു. അതുകൊണ്ട് ഈ പ്രക്ഷേപണങ്ങളെല്ലാം കേൾക്കുമ്പോൾ നമ്മളും ഒരു കൂടി താഴ്മയോടെ വരവിന് വേണ്ടി ഒരുങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ കാൽവറിയിൽ പരമയാഗമാകുന്നു. അതിന്റെ തലയാഴ്ച യഹൂദനോടുള്ള ബന്ധത്തിൽ ഓശാന പെരുന്നാൾ. ഏറെ നാൾ പട്ടണം വിട്ടാം യേശു എവിടേക്ക് വരുന്നത്? യെരുശലേമിലേക്ക്. മത്തായി 21, ബേത്പഗയ്ക്കും ബദാനിക്കും ഇടയിൽ അവൻ എത്തിയപ്പോൾ എതിരെയുള്ള ഗ്രാമത്തിൽ പോയി കഴുതയും കുട്ടിയെയും അഴിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു കൽപ്പന. ആരെങ്കിലും ചോദിച്ചാൽ കർത്താവിന് ഇതിനാവശ്യമുണ്ട്. ആ പെരുന്നാൾ ഓശാന പെരുന്നാളിന് വരുന്നതിന് ഇത് അന്തമായി. കഴിഞ്ഞ ഭാഗത്തിൽ ഞാനൊന്ന് തൊട്ടുവച്ചു. കുഞ്ഞുങ്ങളെ, ഈ പ്രഭാഷണം ഒരു അന്ത്യകാലമെങ്കിലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കണം. കർത്താവേ, എനിക്ക് വേണ്ടി നീ ഒരു വിടുതൽ അയക്കണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴുതയും കഴുതയുടെ കുട്ടിയും ഏറെ നാൾ വനാന്തരത്തിൽ ബന്ധനത്തിനകത്താ. ഒന്നുകിൽ ഒരു ഡൈവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെ ഭർത്താവ് മരിച്ചതായിരിക്കാം, വീട്ടുകാർ തള്ളിയതായിരിക്കാം. അതിൻ്റെ നിറവിലും നാളെ എന്നുള്ള ഭാവി അവരുടെ മുൻപിൽ അടഞ്ഞു നിൽക്കുമ്പോഴും അവസാന നിമിഷങ്ങളിലും നിന്റെ കണ്ണുനീര് കണ്ട് നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. വചനം മനസ്സിലാകുന്നവർക്ക് ഈ ലോക്ക്ഡൗണിൽ വീട്ടിലോ ഒരുപക്ഷെ നല്ല ജോലി മേഖലകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ, ഒരു പ്രാർത്ഥനയുടെ മറുപടി അല്പം വൈകിയാൽ അത് മേൽത്തരമായിരിക്കും. ഒരിക്കൽ കൂടി വചനം ശക്തമായി നിങ്ങൾ കേൾക്കുക. ഒരു വിവാഹം നടക്കാൻ താമസിച്ചാൽ ദൈവത്തോട് നീ മറുതലിക്കരുത്. ദൈവം തക്ക സമയത്ത് കാര്യത്തെ നിവർത്തിക്കും. ഒരു വീട് കിട്ടാൻ താമസിച്ചാൽ നീ ദൈവത്തോട് മറുതലിക്കരുത്. പ്രാർത്ഥന കൂടുമ്പോൾ ദൈവം തരുന്നത് മേൽത്തരമായിരിക്കും. തീർന്നില്ല, നിന്റെ ഒരു വിസ കിട്ടണമെങ്കിൽ അല്പം താമസിച്ചാൽ നീ പറയരുത്, ദൈവമേ എൻ്റെ കണ്ണുനീർ കണ്ടില്ല. അതിനപ്പുറത്ത് മറുപുറം ഒരുക്കിക്കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥനയുടെ മറുപടി അല്പം താമസിച്ചാൽ അത് മേൽത്തരമാണ്. തിരുവചനത്തിൽ ലൂക്കോസിൽ നല്ലൊരു ഭാഗമുണ്ട്. അതൊന്നും നമ്മൾ ദൈവമക്കൾ ചിന്തിക്കത്തില്ല. ഇസ്രായേലിൽ 24 കൂറുകളാ. അതിനകത്തൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് സെക്കരിയാവ്, അബിയാക്കൂറിലുള്ള പുരോഹിതൻ. ആ സെക്കരിയാവ് നല്ല ദൈവത്തിന്റെ ദാസന. പഴയ നിയമ ഇസ്രായേലിന്റെ ആലയത്തിൽ പോയാൽ എല്ലാ കൂറുകാർക്കും ചീട്ട് കിട്ടത്തില്ല. തീർന്നില്ല, ആ സമയത്ത് അദ്ദേഹം ആരാധനയ്ക്ക് പലപ്പോഴും പോകും. കൂടെ ഭാര്യയുണ്ട്. ഫറവോന്റെ പുത്രിമാരിൽ ഒരുത്തിയ എലിശബത്ത്, ആഷേർ ഗോത്രക്കാര്. പക്ഷെ അവർക്ക് മക്കളില്ല. ആ ദൈവ പൈതലും ദൈവദാസിയും കടന്നു പോകുമ്പോൾ സകലരും ഒരുപക്ഷെ പരാതി പറയാറുണ്ടായിരുന്നു, ഇവർക്ക് 2 പേർക്കും മക്കളില്ല, ഉപദേശിയും ഭാര്യ ഇങ്ങനെ നടക്കുന്നെന്ന്. പക്ഷെ ആ ദൈവത്തിന്റെ ദാസൻ ആരോടും പരിതപിച്ചില്ല, ആരോടും കാര്യങ്ങൾ പറഞ്ഞില്ല. എല്ലാ ശബത്തിലും അവൻ പോകുമ്പോൾ സെക്കരിയാവ് ഒരു ദിവസം ചെന്നപ്പോൾ അബിയാക്കൂറിൽ ഈ പുരോഹിതന് നറുക്ക് വീണു. കുഞ്ഞുങ്ങളെ, പഴയ നിയമത്തിന്റെ ആരാധനയായ മദ്ബഹയ്ക്കകത്ത് സെക്കരിയാവ് കയറിയപ്പോൾ, മദ്ബഹയ്ക്കകത്ത് തിരശീല മാറ്റിയപ്പോൾ, ആലയത്തിനകത്ത് ധൂപവർഗത്തിനപ്പുറത്ത് സെക്കരിയാവ് ചെയ്തത് ഒന്ന് മുട്ടുമടക്കി സ്വർഗത്തിലെ ദൈവത്തോട് കരഞ്ഞു. പറഞ്ഞത് ഇത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിന്റെ നാമത്തിൽ നിന്റെ വചനത്തിന് വേണ്ടി നിൽക്കുന്നവരാ, ജനം ഞങ്ങളെ അപമാനിക്കുന്നു സ്വർഗമേ. ആ സമയത്ത് സ്വർഗത്തിന്റെ മാലാഖയായ ഗബ്രിയേൽ മാലാഖ വന്ന് സെക്കരിയാവിനോട് ഒരു കാര്യം പറഞ്ഞു, കുഞ്ഞെ നീ ഭാരപ്പെടണ്ട, അടുത്ത വർഷം ചിരിയുടെ സന്തതിയായി ഒരാളെ നിനക്ക് തരാൻ പോകുന്ന സ്നാപക യോഹന്നാന്. തീർന്നില്ല, പ്രായം എത്ര വൈകിയാലും, നാട്ടുകാർ പരാതി പറഞ്ഞാലും, മെഡിക്കൽ സയൻസ് നിന്റെ മുൻപിൽ പരാജയപ്പെട്ടാലും, ദൈവത്തിന് നിന്നെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എത്ര നാൾ മുൻപോട്ട് പോയി. ആലയത്തിൽ നിന്ന് മുൻപോട്ട് ഇറങ്ങി വന്ന സെക്കരിയാവ് എലിസബത്തിനോട് പറഞ്ഞ കാര്യം ഇതാ, ദൈവത്തിന്റെ ദൂതൻ എന്നോട് പറഞ്ഞു കാര്യം ഇതാ, അടുത്ത വർഷം നമുക്കൊരു സന്തതിയെ ലഭിക്കും. സെക്കരിയാവിന്റെ വായടച്ചു കളഞ്ഞു. എന്തിനു വേണ്ടി വായടച്ചു കളഞ്ഞെന്നറിയാമോ? ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ പള്ളി പ്രമാണിമാർ അദ്ദേഹത്തോട് മറുതലിക്കും. എലിസബത്തിനോട് പറഞ്ഞു, എന്തായാലും എലിസബത്ത് ഗർഭം ധരിച്ചു. അതിൻ്റെ ഇടയ്ക്ക് എലിസബത്ത്
മറിയയും തമ്മിലൊന്ന് വന്ദനം ചൊല്ലി വചനത്തിന്റെ പൊരുൾ മനസ്സിലാക്കണം. അന്ന് മറിയക്കകത്തൊരു പൈതലുണ്ട്. സ്വർഗത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ ഉത്ഭവിച്ച വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. തീർന്നില്ല. എലിസബത്തിന്റെ അകത്തൊരു പൈതലുണ്ട്, സ്നാപക യോഹന്നാൻ. മറിയ വന്ദനം ചൊല്ലിയപ്പോൾ എലിസബത്തിന്റെ വയറ്റിനകത്ത് കിടന്ന പിള്ള തുള്ളി എന്ന അഭിഷേകത്താൽ. തീർന്നില്ല. എൻ്റെ കർത്താവ് ഭൂതലത്തിലേക്ക് വന്നു. അവൻ 30-ാമത്തെ തിരുവയസ്സിൽ ഗലീലയിൽ നിന്ന് നടന്ന് യോർദാനിലെ കലക്കവെള്ളത്തിൽ സ്നാനമേൽക്കുവാൻ ഇടയായി തീർന്നു. ആരാ സ്നാനപ്പെടുത്തിയെന്നറിയാമോ? ഉള്ളത്തിൽ തുള്ളിയ പിള്ളയായ സ്നാപക യോഹന്നാൻ. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കണം. ഇന്ന് സത്യവചനം ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം. അല്ലയോ സക്കരി, എലിസബത്ത് അമ്മാമി ഒരു കുഞ്ഞിനെ കിട്ടാൻ താമസിച്ചത് കൊണ്ട് നിങ്ങൾക്ക് വല്ല കുഴപ്പമുണ്ടോ? അവർ രണ്ടുപേരും പറയൂ, അത് ദൈവത്തിന്റെ കരമ. അല്പ താമസിച്ചത് കൊണ്ട് എന്താ ദൈവത്തിന്റെ കരം? നിന്ദിച്ചവരുടെ നടുവിൽ നിന്നെ ഉയർത്തുന്ന ദൈവം, ശത്രുക്കളുടെ നടുവിൽ നിന്നെ മാനിക്കുന്ന ദൈവം, അപമാനിച്ചവരുടെ നടുവിൽ യോഹന്നാനെ ഉയർത്തുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ ഈ പകലല്ലെങ്കിൽ രാത്രിയിൽ എവിടെ നിന്ന് വചനം കേട്ടാൽ കേൾക്കുന്ന കുഞ്ഞുങ്ങളെ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റൊരു ദൈവത്തെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ആരാധനയുടെ നടുവിൽ മുട്ടുമടക്കി നിലവിളിക്കുന്നവന്റെ ശരീരത്തിനകത്ത് വിടുതൽ തരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. മദ്ബക പഴയ നിയമത്തിന്റെ ആരാധനയെങ്കിൽ ഭക്തനായ ഒരു മനുഷ്യൻ മുട്ടുമടക്കിയപ്പോൾ അവന്റെ നിലവിളി അറിഞ്ഞു അവന്റെ ഭാര്യയുടെ ഉദരത്തിനകത്തൊരു പൈതലിനെ കൊടുക്കുക. ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയുമെങ്കിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കള്, ഒരു പക്ഷേ മെഡിക്കൽ സയൻസ് നിങ്ങൾക്ക് പരാജയം പറഞ്ഞു കാണും. ആയുസിന്റെ വലിപ്പിന് MRI പരാജയം പറഞ്ഞു കാണും. ഡോക്ടറുടെ വാതിലുകൾ നിന്റെ മുൻപിൽ അടയാം. പക്ഷേ ഈ സന്ദേശം കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, ഏതൊക്കെ വാതിലുകൾ നിന്റെ മുൻപിൽ അടഞ്ഞാൽ നിന്റെ ശരീരത്തെ ചലിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. നിന്റെ ഉദരത്തെ തുറക്കുവാൻ നിന്റെ കണ്ണുനീരിന് കഴിയും. നിന്റെ കൂട്ടുകാരിൽ പരമായി ഉയർത്തുവാൻ ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശ്വസിക്കുന്നവർക്കായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങൾ ഈ കർത്താവിനെ ഉയർത്തുന്നു. തീർന്നില്ല. സ്നാപക യോഹന്നാൻ സ്നാനമേറ്റു. സ്നാപക യോഹന്നാൻ യേശു സ്നാനമേറ്റു. ഇന്ന് നമ്മൾക്കൊന്ന് ആശ്ചര്യമായി ഒന്ന് ചിന്തിച്ചു നോക്കണം. എലിസബത്തിനോട് സക്കറിയാവ് പുരോഹിതനോട് ചോദിക്കണം, നിങ്ങൾക്കൊരു പൈതൽ കിട്ടാൻ അല്പ താമസിച്ചുകൊണ്ട് ദുഃഖം വല്ലതും ഉണ്ടോ? ആ മാതാവും പിതാവും കണ്ണുനീരോടെ പറയും, അയ്യോ ഞങ്ങൾക്കൊരു പൈതലിനെ ഇച്ചിരി താമസിച്ച് കിട്ടിയത് കൊണ്ട് കുഴപ്പമില്ല. കാര്യം എന്താ? മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായ യേശുവിന് ഞങ്ങളുടെ കുഞ്ഞിന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തെങ്കിൽ ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങൾ, നിന്റെ ഒരു പ്രാർത്ഥനയുടെ മറുപടി അല്പം വൈകിയാൽ മേൽത്തരമ. നിന്റെ ഒരു കണ്ണുനീരിന്റെ മറുപടി അല്പം വൈകിയാൽ മേൽത്തരമ. നിന്റെ ഹല്ലേലൂയ ഒരു ഉപവാസത്തിന്റെ മറുപടി അല്പം താമസിച്ചാൽ സഹോദരൻ, നീ പരാജയത്തിന്റെ വാക്ക് പറയരുത്. എന്റെ ദൈവം എന്നെ വഴി നടത്ത്. എന്റെ കണ്ണുനീരിന് അവൻ മറുപടി തരും. എന്റെ കുടുംബത്തിൽ തലമുറയെ തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. അത്ഭുത രോഗ ശാന്തി പകരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. എന്റെ കണ്ണുനീരിനെ മറികടക്കാത്ത ഒരു ദൈവമുണ്ട്. എന്റെ പ്രാർത്ഥനയിൽ എന്നെ കരം പിടിച്ച് നയർത്തുന്ന ഒരു ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. തീർന്നില്ല. ഈ കഴുതയും കുട്ടിയും അടിച്ചു കൊണ്ടുവന്ന യെരൂശലേം ദൈവാലയത്തിലേക്ക് പോകുന്നത്. സായം സന്ധ്യയിൽ ഒലിവുമലയിൽ അവൻ തിരിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ അവന്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്ന ചോദ്യവും ഉത്തരങ്ങളും എല്ലാം ചിന്തിച്ചു. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിനും അട്ടയാളം. യേശു പറഞ്ഞ മറുപടി, ഞങ്ങൾ ആരുമല്ല പറഞ്ഞത്. അത്തിയാകുന്ന ഇസ്രയേലിനെ പറ്റി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. അങ്ങനെ നിങ്ങൾ അതൊക്കെ കാണുമ്പോൾ അവനടുക്ക വാതിൽക്കൽ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആ നാള് നാഴികയെ സംബന്ധിച്ച് വരുവാനുള്ള പുത്രനും അറിയത്തില്ല, സ്വർഗത്തിലെ അപ്പനെ അറിയാവൂ. അങ്ങനെയെങ്കിൽ വരവിൻ്റെ 5 ലക്ഷണങ്ങൾ കഴിഞ്ഞതിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഒന്നാമത്തെ ലക്ഷണമായി അത്തിയാകുന്ന യഹൂദൻ തളിർക്കണം. അവൻ്റെ പിൻപിൽ ഒരു വേനൽ. ആ വേനലായിരിക്കും ഈ പ്രത്യേക പ്രഭാഷണത്തിൽ നാം ശ്രദ്ധിക്കുന്നത്. ഇസ്രയേലിന്റെ വിഷയത്തിൽ തീർന്നില്ല. അവനടുക്ക വാതിൽക്കൽ പ്രപഞ്ചത്തിന്റെ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ നിർണായകമായി കർത്താവിന്റെ ദാസൻ വാദിച്ചു, ഈറ്റുനോവിന്റെ ആരംഭം. പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ. ഗർഭിണിക്ക് ലേബർ പെയിൻ വരുന്നത് പോലെ ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിലും ദൈവകുഞ്ഞുങ്ങളോട് പറഞ്ഞു, 3 ഭാഗങ്ങൾ ഇതിനകത്തുണ്ട്. മത്തായി 24 ഒലിവുമല പ്രഭാഷണം, മർക്കോസ് 13 ഒലിവുമല പ്രഭാഷണം. തീർന്നില്ല. അതിന് നിതാന്തമായി അടുത്ത കാര്യം വീണ്ടും വരുന്നു. ലൂക്കോസ് 21. ഈ 3 അധ്യായങ്ങളും ഒലിവുമല പ്രഭാഷണത്തിന്റെ നിതാന്തമായ തെളിവുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, വിശുദ്ധ തിരുവചനത്തിനകത്ത് 10 യുഗങ്ങളുണ്ട്. ഇന്ന് ഉപദേശത്തിൽ ഒരുപാട് വ്യതിചലനം ഉണ്ടായിട്ട് ദൈവ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ യുഗം ദൂതന്മാരുടെ യുഗം.
ജീസസ് ഈസ് അലൈവില് കേൾക്കുന്ന ദൈവമക്കൾ വചനത്തിൽ നല്ലതുപോലെ ഉറയ്ക്കണം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്നത് ദ വേർഡ് ഓഫ് ഗോഡ്. പ്രസംഗിക്കുന്ന ഞാൻ വീണാലും വചനത്തിൽ മാറ്റമില്ല. അതുകൊണ്ട് വചനം നിങ്ങൾ ഉറപ്പോടെ ഒരുപക്ഷെ എഴുതിയെടുത്താലും നല്ലതാണ്. ദൂതന്മാരുടെ യുഗം അനാദി നിത്യതയിൽ, ആദിയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. വെള്ളത്തിന്മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചു. തീർന്നില്ല, ഭൂമി പാഴും ശൂന്യവും. അങ്ങനെയെങ്കിൽ ആദിക്ക് മുമ്പിൽ ഒന്നുണ്ട്, അനാദി. അനാദി നിത്യതയിൽ സ്വർഗം സൃഷ്ടിച്ചത് ദൂതന്മാർ. ദൂതസംഘം കാവലായി 3 ദൂതന്മാർ പ്രത്യേക ഗണത്തിനകത്ത്. 1 മീക്കായിൽ സ്വർഗത്തിന്റെ കമാൻഡർ, 2 പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഗബ്രിയൽ മറുപടി കൊടുക്കാൻ, 3 ഈ ദൂത സംഘത്തിന്റെ അകത്ത് സ്വർഗത്തിലെ പാട്ടുകാരൻ. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ വർഷിപ്പ് ലീഡർ എന്ന് പറയുന്ന ഒരു പുള്ളി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാ ലൂസിഫർ. ലൂസി പ്രകാശം, ഫെർ രശ്മി. പക്ഷെ അവൻ സർവശക്തനായ ദൈവത്തോട് മറുതലിച്ചു, അവൻ നിഗളിച്ചു. അർത്ഥം, നിഗളികളെ വെട്ടിക്കളയുന്നവനാ സ്വർഗത്തിലെ ദൈവം. തേജസ് നഷ്ടപ്പെട്ടു. യെശയ്യാ പ്രവചനം, അരുണോദയപുത്രനായ ശുക്ര, നീ വെട്ടേറ്റ് വീണതെങ്ങനെ? ദൂതൻ വെട്ടേറ്റ് വീണു. ആ തേജസ് നഷ്ടപ്പെട്ട ദൂതന പിന്നത്തതിൽ സത്താൻ. 1-ാമത്തെ യുഗം. 2-ാമത്തെ യുഗം, അതിൻ്റെ പേരാ നിൽക്കൽമഷ യുഗം. ഇന്നേക്ക് 6000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ ചരിത്രം. ഇന്നത്തെ ഇറാഖിന്റെ വടക്കേറ്റ എത്യോപ്യയിൽ സ്വർഗത്തിലെ ദൈവം 6 ഘടകം എടുത്തു. സാദൃശ്യം, സ്വരൂപം, തേജസ്, ബഹുമാനം, അധികാരം, ജീവശ്വാസം. 7-ാമത്തെ ഘടകം നിലത്തെ പൊടിയിൽ നിന്ന് എത്യോപ്യയിൽ നിന്ന് മെനഞ്ഞ് ആദം ഹവ്വ ദമ്പതികളെ പാർപ്പിക്കുവാൻ ഒരു തോട്ടം കൊടുത്തു. ആ തോട്ടത്തിന്റെ പേരാ ഏദൻ. ഇന്നത്തെ ഇറാഖിനകത്ത്, ഇറാഖിലല്ല സൃഷ്ടി, എത്യോപ്യയിൽ സൃഷ്ടിച്ച് അവരെ വാഴുവാൻ, അടക്കി വാഴുക, പെറ്റുപെരുക, സാദൃശ്യം, സ്വരൂപം എല്ലാം കൊടുത്തു. പക്ഷേ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മയുടെ ഫലം പറിച്ചു തിന്നരുതെന്ന് പറഞ്ഞപ്പോൾ സർപ്പം ഹവ്വയെ ഉപായത്തിൽ ചതിച്ചു. നിൽക്കൽമഷ യുഗം, രക്ഷയുടെ വസ്ത്രത്തിൽ അവർ പുറത്തായി, നഷ്ടപ്പെട്ടു. 3-ാം യുഗം മനസ്സാക്ഷി യുഗം. ആദ്യത്തെ യുദ്ധം കുവൈറ്റും അമേരിക്കയല്ല, ഇറാഖും അല്ലെന്നുണ്ട് ഇറാനും ഒന്നുമില്ല. ആദ്യത്തെ യുദ്ധം 2 മക്കൾ, കായീൻ ഹാബേൽ. എന്തിനു വേണ്ടിയാ? ആരാധനയ്ക്ക് വേണ്ടി. സ്വർഗം അവരോട് ആരാധനയ്ക്ക് വരുവാൻ കൽപ്പിച്ചു. കായീൻ നിലത്തെ നല്ല ഫലങ്ങൾ കൊണ്ടുവന്നു. പണ്ടത്തെ കാലത്ത് ഞങ്ങൾ സൺഡേ സ്കൂൾ പഠിക്കുമ്പോൾ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്, അവൻ മോശപ്പെട്ട ഫലമൊക്കെ കൊണ്ടുവന്ന് എലി കടിച്ചെന്ന്. അതൊന്നും ദൈവമക്കൾ വിശ്വസിക്കരുത്. അവൻ മേൽത്തരം ഫലമൊക്കെ കൊണ്ടുവന്ന്. പക്ഷേ ഹാബേൽ ഒന്നേ കൊണ്ടുവന്നോള്. എന്താ? നല്ലൊരു കുഞ്ഞാടിനെ കൊണ്ടുവന്ന്. കുഞ്ഞാടിനൊരു പ്രത്യേകതയുണ്ട്, ദൈവസന്നിധിയിൽ തുള്ളി തുള്ളി നിൽക്കും, ചാടി ചാടി നിൽക്കും, ചലനമുണ്ട്. ചലനമില്ലാത്ത ഒന്നിനെയും കർത്താവിന് വേണ്ട. സ്തോത്രം. കേട്ടാലും പ്രസംഗത്തിന്റെ കാര്യം, കുഞ്ഞെ നീ ദൈവസഭയിൽ ഒന്നേ പ്രാർത്ഥിച്ചോളോ, സ്വർഗം സന്തോഷിക്കണം. ഒരു പാട്ടേ പാടിയാലോ ദൈവം സന്തോഷിക്കണം, സ്വർഗം സന്തോഷിക്കണം. തീർന്നില്ല മക്കളെ, ഒന്നേ കരമടിച്ച് ആരാധിച്ചോളോ, സ്വർഗത്തിന് ഒരു പ്രത്യാശ വേണം, നിനക്കും ഒരു പ്രത്യാശ വേണം. അതുകൊണ്ട് ആ ചലിക്കുന്ന എല്ലാ പ്രാണികൾക്കും ജീവനുള്ള ആരാധന. അതുകൊണ്ട് മർക്കോസിലും മത്തായിലുമല്ല, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക സത്യ നമസ്കാരികൾ. ആ കായീൻ ആരാധനയിൽ സ്വർഗം പ്രസാദിച്ചപ്പോൾ അവനെ തട്ടിയില്ലേ. സായം സന്ധ്യയിൽ സ്വർഗം ചോദിച്ചു, കായീനെ നിന്റെ സഹോദരനായ ഹാബേൽ എവിടെ? ഇതൊക്കെ പഴയ നിയമം വായിക്കണം. ഈ കായീൻ മത്സരിച്ചു, ഞാൻ നിന്റെ കാവൽക്കാരനോ. ആ യുഗം, ആ മനസ്സാക്ഷി യുഗം. അന്ന് ആ സ്വർഗത്തിലെ ദൈവം കത്രികയെടുത്തത്. സ്വോത്രം. കണ്ടില്ലേ? 1000 വർഷമാണ് മനുഷ്യന്റെ ആയുസ് കൊടുത്തുകൊണ്ടിരുന്നത്. സ്വോത്രം. അപ്പോഴേ കർത്താവ് കത്രിക എടുത്തു. ഉൽപ്പത്തി 6 ആകുമ്പോഴേക്ക് 120 സംവത്സരത്തിലേക്ക് കൊണ്ടുവന്ന് 4 ന്യായപ്രമാണ യുഗം. സീനായുടെ മടിത്തട്ടിൽ നമ്മുടെ സ്വർഗം മോശയെ വിളിച്ചിട്ട് 10 ഇസ്രായേൽ എന്ത് കുടിക്കണം, എന്തിനെ ആരാധിക്കണം, എങ്ങനെ ജീവിക്കണം എല്ലാം കൊടുത്തു. പക്ഷെ ന്യായാധിപന്മാരെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ അവസാനം ഇസ്രായേലിൽ നോക്കിയ രാജാവും ഇല്ല, മന്ത്രിയില്ല, തന്ത്രിയില്ല, അവൻ കുഴങ്ങുകയാ ന്യായപ്രമാണം. അങ്ങനെയെങ്കിൽ 5-ാമത്തെ യുഗ സങ്കലന യുഗം. എന്നെ കേൾക്കുന്ന കുഞ്ഞുങ്ങൾ ബൈബിൾ വ്യക്തമായി മനസ്സിലാക്കിക്കോണം. ബൈബിൾ 39-27. ബൈബിളിനകത്ത് ഒരു മിനി ബൈബിൾ ഉണ്ട്. അതിന്റെ പേര് യെശയ്യാ പ്രവചനം. 39 നിഴൽ, 40 പൊരുൾ. 40 തുടങ്ങുമ്പോൾ യോഹന്നാൻ വിളിച്ചു പറയുന്നു, യഹൂദന്റെ പാപം കണ്ട് എന്താ സർപ്പസന്തതികളെ. ഇന്നങ്ങാനും വല്ല പാസ്റ്റർമാർ പറഞ്ഞാൽ പിന്നെ സഭയിൽ ഒന്നും കാണത്തില്ല. സ്വോത്രം. ഞങ്ങൾ തന്നെ എല്ലാവരെയും മക്കളെ എന്ന് പറഞ്ഞിട്ട് പോലും വളരെ സന്തോഷമില്ല. അങ്ങനെയെങ്കിൽ യോഹന്നാൻ പറഞ്ഞ, വരുവാനിരിക്കുന്ന കോപ ദിവസത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, ദുർഘട പാതകൾ നിരപ്പാക്കുവിൻ. സങ്കലന യുഗത്തിൽ സൂപ്പർ പ്രസംഗം അടിച്ചു കൊടുത്തു. സ്വോത്രം. തീർന്നില്ല. അത് നമ്മുടെ ചക്രവർത്തിയായ ഹേരോദാവിന് ഇഷ്ടപ്പെട്ടില്ല. ആ കാലഘട്ടത്തിൽ സങ്കലന യുഗത്തിൽ മറ്റൊരാളും കൂടെ വന്ന് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ഈ ജനത്തിന്റെ കഷ്ടതയിൽ നിന്ന്
ഈ ജനത്തിന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ സ്വർഗം താഴേക്ക് കണ്ടോ. അതാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നു. സങ്കലന യുഗത്തിൽ എവിടെയൊക്കെയാ? അതാ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നടുവിൽ. പലരും ഇത് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. എവിടാ നടുവിൽ? അനാദി നിത്യതയിൽ തൃത്വത്തിന്റെ നടുവിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ജനിച്ചപ്പോൾ അവൻ എവിടെയാ? ലോകത്തിന്റെ മധ്യപകുതിയിൽ ബേഥലഹേമിൽ തീർന്നില്ല. ജനിച്ചു കഴിഞ്ഞ് അവൻ എവിടെയാ? മാതാപിതാക്കളുടെ നടുവിൽ. തീർന്നില്ല. അവൻ അത്ഭുതം ചെയ്തത് പുരുഷാരത്തിന്റെ നടുവിൽ, ഉപദേശം പറഞ്ഞത് ശിഷ്യന്മാരുടെ നടുവിൽ. തീർന്നില്ല. അവൻ കാൽവറിയിൽ പരമയാഗമായത് 2 കള്ളന്മാരുടെ നടുവിൽ. തീർന്നില്ല. അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തിരുവഴുത്തിൻ പ്രകാരം കാത്തിരിക്കുന്ന തൻ്റെ മക്കളുടെ നടുവിൽ അവൻ വന്ന് സമാധാനം. തീർന്നില്ല. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ എല്ലാം അസ്തമിച്ച് മുട്ടുമടക്കുന്ന ഒരപ്പച്ചന്റെ മുൻപിലേക്ക് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ അവൻ ഇറങ്ങിയെങ്കിൽ ഈ പ്രക്ഷേപണം കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ ഏകാന്തതയുടെ നടുവിൽ ഇറങ്ങി വന്ന് നിന്റെ കരം പിടിച്ച് ഉയർത്തുന്ന ഒരു നല്ല ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. നിന്റെ പരാജയങ്ങളെ മാറ്റി പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വിശുദ്ധ വെളിപ്പാട് അവസാനിക്കുമ്പോൾ വീണ്ടും എഴുതിയിരിക്കുന്നു, വീതിയുടെ നടുവിൽ കുഞ്ഞാണെങ്കിൽ. ഈ ലോക്ക്ഡൌനകത്ത് വീട്ടിനകത്തോ ഹല്ലേലൂയ നിന്റെ ഹോളിനകത്തോ എവിടെ ഇരുന്ന് 2 പേർ ഐക്യമത്യപ്പെട്ട് നിലവിളിച്ചാൽ അതിന്റെ നടുവിൽ വരാമെന്ന് വാഗ്ദത്തം പറഞ്ഞ കർത്താവ് നിന്റെ പ്രശ്നത്തിനകത്ത് വിടുതൽ തരുവാൻ നിന്റെ പായ്ക്കകത്ത് 2 കസേരയിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ അതിന്റെ നടുവിൽ വന്ന് വരാമെന്ന് പറഞ്ഞവർ വാഗ്ദത്ത പ്രകാരം നിന്റെ നടുവിൽ ഉണ്ട്. വചനത്തിന്റെ പൊരുളുകൾ മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എക്കാലത്തും തിരുസാന്നിധ്യം നടുവിനകത്ത്. അതുകൊണ്ട് ഇന്ന് പലരും വിചാരിക്കും ഞങ്ങൾ ചർച്ചിൽ പോകാൻ സമയമില്ല. കാര്യമില്ല കുഞ്ഞെ, അടുക്കള 2 പേര് കറിക്കരിഞ്ഞൊരു പാട്ട് പാടിയാലും അതിൻ്റെ നടുവിൽ ദൈവ സാന്നിധ്യമുണ്ട്. ലോക്ക്ഡൗണിൽ പവർ കട്ടിൽ വീട്ടിലിരുന്ന് 2 പേര് നിലവിളിച്ചാലും നിന്റെ നടുവിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഒരുപക്ഷെ ഏകാന്തതയിൽ ക്വാറന്റൈനിലായിരിക്കും. മോനെ മോളെ വിഷമിക്കണ്ട. യോഹന്നാൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കടന്നപ്പോൾ ചുറ്റും ഒരു വെട്ടം പോലും കിട്ടാതെ ഇരുന്നപ്പോൾ തൻ്റെ ഭക്തന് വേണ്ടി ഏകാന്തതയുടെ നടുവിലും ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്നത്തെ സീൻ കണ്ട് നീ ഭയപ്പെടരുത്. സ്തോത്രം. നിന്നെ ഉയർത്തുവാൻ പത്മോസിനകത്ത് ഏകാന്തതയിൽ യോഹന്നാന് വേണ്ടി ഒരു കരം ഇറങ്ങി വന്നതുപോലെ നിന്നെ ഉയർത്തുവാനും ആ കരം ശക്തമാ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഒരുപക്ഷെ നീ ആശുപത്രി കിടക്കയിലായിരിക്കും, ഗൾഫ് രാജ്യത്ത് വന്നിട്ട് ഒരു റൂമിലായിരിക്കും, ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ട ഒരു ടിക്കറ്റ് കിട്ടാതെ എവിടെങ്കിലും ആയിരിക്കും, ഒരുപക്ഷെ 40 ദിവസം വീട്ടിനകത്ത് തന്നെ ഇരിക്കണമെന്ന് പറയും. താഴെ ആരെയും കാണാൻ പറ്റത്തില്ല. മകനെ മകളെ, ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശുദ്ധ വെളിപ്പാട് പുസ്തകം എടുത്ത് ഒന്ന് തന്നെ വായിച്ചോ. അവൻ്റെ കഷ്ടതയുടെ നടുവിൽ സ്വർഗം അവന് വേണ്ടി തുറന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന മറിക്കകത്ത് ഇറങ്ങി വരുക, നിന്റെ ക്വാറന്റൈൻ റൂമിനകത്ത് ഇറങ്ങി വരുക. ഹല്ലേലൂയ. നീ ഒരു ഹോസ്പിറ്റൽ കിടക്കയിൽ ഇറങ്ങി വരുക. ഒരുപക്ഷെ നീ വെന്റിലേറ്ററിന്റെ സഹായത്തിൽ കോവിഡ് കിടന്നാൽ അതിൻ്റെ നടുവിലും ഇറങ്ങി വരുവാൻ അനാദി നിത്യതയിൽ വെളിപ്പെട്ട പുത്രന്റെ മഹിമ നിന്റെ കിടക്കയിലേക്ക് ഇറങ്ങി വരുന്ന പകലുകൾ വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സങ്കലന യുഗത്തിൽ ഞാൻ വേഗത്തിൽ സഞ്ചരിക്കുന്നു. സങ്കലന യുഗത്തിൽ ഹേരോദാവിന്റെ കൽപ്പന പ്രകാരം യോഹന്നാന്റെ തലയറുത്ത് മാറ്റിയപ്പോൾ മിനിസ്ട്രി യേശു ഏറ്റെടുക്കുന്നു. 30ാമത്തെ തിരുവയസ്സിൽ. തീർന്നില്ല. AD 30 മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി തീരുന്നു. സങ്കലന യുഗം തീർന്നില്ല. അവൻ മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. 40 ദിവസം ശിഷ്യന്മാരുടെ നടുവിൽ പാർത്തു. 40ാം ദിവസം ഒരു മലയിൽ തൻ്റെ ശിഷ്യന്മാരെ വെച്ച് കരം വെച്ച് അനുകരിക്കുമ്പോൾ ഒരു മേഘം താഴേക്ക് വന്നു. അരാംസെ ഉസ്നയ നീച്ചയാകയ താഴേക്ക് വന്നു. ആ മേഘത്തിന്റെ തട്ടുകളിൽ അവൻ എടുക്കപ്പെട്ടു. തിക്ലിംഗ് ഓഫ് ഐസ്, കണ്ണടയ്ക്കുന്ന വേഗത്തിൽ മേഘത്തട്ടുകളിൽ അവൻ എടുക്കപ്പെട്ടു. ആ യുഗം, സങ്കലന യുഗം അവിടെ അവസാനിക്കുന്നു. 5ാമത്തെ യുഗം കഴിയുമ്പോൾ 6ാമത്തെ ഒരു യുഗം, കൃപായുഗം. ഈ കൃപായുഗത്തിൻ്റെ ഒരു പ്രത്യേകത, പലരും പറയും ഇത് കൊട്ടാരക്കര ആരംഭിച്ചെന്ന്. നെവർ. ഇത് പുനലൂർ ആരംഭിച്ച, തിരുവല്ല ആരംഭിച്ച, ചെന്നൈയിൽ ആരംഭിച്ച, ഇതൊന്നുമല്ല ആരംഭിച്ചത്. യോവേൽ എന്ന് പറയുന്ന കൊച്ചു പ്രവാചകൻ എഴുതിയിട്ടുണ്ട്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിന് പകരും. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും വാക്കൾ, ദർശനങ്ങൾ, വൃദ്ധന്മാർ സ്വപ്നങ്ങൾ, മേലാകാശത്തിലും കീഴഭൂമിയിലും അത്ഭുതങ്ങളും അട്ടയാളങ്ങളും നടക്കും. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ. അതുകൊണ്ട് ദൈവദാസന്മാരെ ഞങ്ങൾ തെറ്റിക്കരുതരുത്. നിങ്ങൾ പുണ്യ സ്ഥലങ്ങൾ തേടേണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കേണ്ട, ഉരുളലുകൾ നടത്തേണ്ട, സേവകളും കർമ്മങ്ങളും കർമ്മകണ്ഡാദികളും തന്ത്ര സൂത്രങ്ങളും ഒന്നും നടത്തേണ്ട. യേശുവിൻ്റെ രക്ഷിതത്വം നീ ഏറ്റെടുത്ത നിനക്കൊരു ഉറപ്പുണ്ട്, നിത്യതയിലേക്ക് യാത്ര ചെയ്യാം. യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് പ്രാവർത്തികമായത് പെന്തിക്കോസ് പെരുന്നാളിലാണ്. 120 പേർ സെഗിയോൻ മാളിക മുറിയിൽ 10 ദിവസം 240 മണിക്കൂർ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ്, ഞാൻ പോയ ശേഷം ഒരു കാര്യസ്ഥൻ. ദൈവസഭ ആരംഭിക്കപ്പെട്ടത്. സ്വോത്രം. അല്ലാതെ അന്ന് കമ്മിറ്റി ഇല്ലായിരുന്നു, പ്രസിഡന്റും ഇല്ലായിരുന്നു. പലരെയും
വെട്ടുന്ന ഭാഷന്മാരും ഇല്ലായിരുന്നു. സ്തോത്രം. അതുകൂടെ അങ്ങ് പറയുക. അന്നാകെ ദൈവസഭ ആരംഭിച്ചത് ടോട്ടൽ അസറ്റ് ഓഫ് ദ ചർച്ച് ഈസ് ഹോളി സ്പിരിറ്റ്. സ്തോത്രം. ഈ ആത്മാവില്ലാത്ത സഭയും ചത്ത സഭയാ. സ്തോത്രം. സഭ ആരംഭിക്കപ്പെട്ടത് ആത്മാവിലാ. സ്തോത്രം. ഈ ആത്മാവ് നിലനിൽക്കുമ്പോൾ തന്നെ സഭ ഇവിടുന്ന് എടുക്കപ്പെടും. 120 പേർ സഗിയോൻ മാളിക മുറിയിൽ ആ തള്ളി പറഞ്ഞ പത്രോച്ചായ ഒരു പ്രസംഗിച്ചു. 3000 പേർ കുത്തുകൊണ്ട്. സ്തോത്രം. കുത്തുകൊണ്ടവൻ മുട്ടുമടക്കി. സ്തോത്രം. അവർ വീട് അന്വേഷിച്ചില്ല, ഭാര്യ അന്വേഷിച്ചില്ല, ഭർത്താവിനെ അന്വേഷിച്ചില്ല, കുടുംബ പാരമ്പര്യവും നോക്കിയില്ല. അവർ ചോദിച്ച യജമാനന്മാരെ രക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതാ വചന പ്യുവർ. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ദൈവവിളിയുടെ ലക്ഷ്യത്തിന് വേണ്ടി ദൈവദാസന്മാരുടെ മുൻപിലേക്ക് അവർ മുട്ടുമടക്കുവാനിടയായി തീർന്നു. വചനത്തിൻ്റെ നിവൃത്തി അവരിലേക്ക് രക്ഷയും മാനസാന്തരവും സ്നാനവും വേർപാടും വിശുദ്ധിയും തിരുമേശ അടക്കം പറഞ്ഞുകൊണ്ട് 3000 പേർ സ്നാനമേറ്റു. 3120 പേരാൽ ആരംഭിക്കപ്പെട്ട സഭ കൃപായുഗം, ഗ്രേസ് അഥവാ ഏത് വിഷയത്തിനും പരിഹാരം കർത്താവ് അവനിലേക്ക് നോക്കാം. അവിടെ തുടങ്ങി കൃപായുഗം. ഈ കൃപായുഗത്തിൻ്റെ അന്ത്യത്തിൽ സഭ ഇവിടുന്ന് അങ്ങ് പോകും. ആദ്യം ഞാൻ കഴിഞ്ഞ പ്രഭാഷണത്തിൽ ആൻറ്റി ക്രൈസ്റ്റോ, കമ്പ്യൂട്ടർ പൊട്ടിത്തെറിക്കുന്നതോ, രക്തമഴയോ, കൈയിരിക്കുന്ന ചിപ്പ് ബ്രേക്ക് ആവുന്നതോ, സൂര്യൻ ഉറങ്ങുന്നതോ, സോഫിയയോ, നീര, റാഡ, മിത്ര, ഇതൊന്നും അല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. അതുകൊണ്ട് ലോകം തീരുന്നില്ല. 3 ലോകങ്ങൾ. ഒന്നാമത്തെ ലോകം പുരാതന ലോകം, കാസ്മോസ്, നോഗയുടെ കാലം. 2 ഇന്നുള്ള ലോകം, അയോൺ, തീക്കായി. 3 വരുവാനിരിക്കുന്ന ലോകം, വൈക്കോമിന്, വെളിപ്പാട് 21:1-2. ഉലകം ഇവിടെ തീരത്തില്ല. 7ാമത്തെ യുഗ സഭ എടുക്കപ്പെട്ടാൽ ഉപദ്രവം തീർന്നില്ല. അടുത്തത് മഹോപദ്രവം 3.5. അത് കഴിഞ്ഞിട്ട് 1000 ആണ്ട് വാഴ്ച. അത് കഴിഞ്ഞാൽ നാം ഇവിടെ ഇല്ല. നിത്യ യുഗങ്ങൾ പ്രിയനോട് ചേർന്ന് വാഴും. ഇതാ ബൈബിളിൻ്റെ ഒറിജിനൽ പൂർണ്ണത, അതാ വൈശിഷ്ട്യത, നൈർമല്യത. ഇതെല്ലാം ദൈവജനം മനസ്സിലാക്കണം. സഭ എടുക്കപ്പെട്ടാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ട്രെയിൻ വരുന്നതിന് മുമ്പ് അനൗൺസ്മെന്റ് നടക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണത്തിൽ പറഞ്ഞ ചില സംഭവങ്ങൾ, യുദ്ധം, ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി. അടുത്തത് ജിജി പാസ്റ്റർ വ്യാധിയിലേക്ക് പ്രവേശിക്കും. അങ്ങനെയെങ്കിൽ വ്യാധിയെപ്പറ്റി ലൂക്കോസ് എന്ത് പറഞ്ഞു? പാസ്റ്റർ ദയവ് ഇത് വായിച്ചു തരും. ലൂക്കോസ് സുവിശേഷം 21:11. ഈ വചനവും കൂടെ നിങ്ങൾ ദൈവനാമത്തിൽ നോട്ട് ചെയ്യണമെന്ന് ശരണപ്പെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി പറഞ്ഞു. ലൂക്കോസ് ചാപ്റ്റർ 21:11 വായിക്കാൻ പാസ്റ്റർ. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഇവിടെ ഉണ്ടാകും. കണ്ടോ? മഹാവ്യാധികളും അവിടെ ഉണ്ടാകും. വ്യാധി, രോഗം, മഹാവ്യാധി, മാരക രോഗം. പലരും വിചാരിക്കും ഇത് സഭ എടുക്കപ്പെട്ടതിന്. സഭ എടുക്കപ്പെട്ടതിന് ശേഷം പീഡാകാലം വരും. പക്ഷെ അതിനു മുമ്പ്, അതുകൊണ്ട് തുടക്കം ഞാൻ പറഞ്ഞ ഇത് ഈറ്റുനോവിൻ്റെ ആരംഭം. ലേബർ പെയിൻ. ഗർഭിണിക്ക് പ്രസവവേദന വരും. പ്രസവവേദന കുറയുന്നതല്ല, കൂടുന്നതല്ല, കുറയത്തില്ല. അങ്ങനെയെങ്കിൽ ഈ കൊറോണ, കോവിഡ് എവിടത്തേക്ക് എത്തിക്കുന്നു? ഇസ്രയേലിന് നേരെ ഒരു യുദ്ധമായി ഇത് മാറാൻ പോകുന്നു. അതിലേക്ക് നമ്മൾക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ മഹാവ്യാധി, ബൈബിളിനകത്ത് മഹാവ്യാധി ഉണ്ടോ? വെളിപ്പാടിലേക്ക് ഞാൻ വരും. ഇനിയുള്ള പ്രഭാഷണത്തിൻ്റെ കാതലായ ഭാഗം ദൈവകുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് പറയുന്നു. വെളിപ്പാട് 1. അടുത്ത പ്രഭാഷണങ്ങൾ മുഴുവൻ വെളിപ്പാടിനെ ആസ്പദമാക്കിയ. ഇനി നമ്മൾ സുവിശേഷം തുടക്കത്തിലെ വെളിപ്പാടായിരിക്കും. അങ്ങനെയെങ്കിൽ മത്തായി സുവിശേഷം കഴിഞ്ഞ് 24 കഴിഞ്ഞ് നമ്മൾ ലൂക്കോസിൽ യാത്ര ചെയ്ത് വെളിപ്പാട് 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2, 3 7 സഭകൾക്കുള്ള ദൂത്, 4 സഭ എടുക്കപ്പെട്ടാൽ, 5 സിയോൻ മലയിലെ കുഞ്ഞാടിനെ പറ്റി, 6 അനന്തര സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാകളനാദത്തിന്റെ നിവൃത്തിയായി 6-ാം അധ്യായത്തിൽ 1 വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി ഇസ്രയേൽ. 2 ചുവന്ന കുതിര, തെർമോ ഇന്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. 3 ഇന്ന് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന GST വാറ്റ, ലോകം ഒരുവന്റെ കയ്യിൽ വരുന്നു, കറുത്ത കുതിര. 4 വെളിപ്പാട് 6, 7, 8 വരാൻ പോകുന്ന സംഭവങ്ങളെ പറ്റി എഴുതിയിട്ടുണ്ട്. മഹാവ്യാധികൾ. അതിന് നിതാന്തമായി ഈ മഹാവ്യാധികളെ പറ്റി കടക്ക് പാസ്റ്റർ അക്കമിട്ട് ഓരോ കാര്യങ്ങൾ വായിക്കും. സഭ എടുക്കപ്പെട്ടാൽ, ഇപ്പോഴിതിൻ്റെ ഈ സിഗ്നൽസ് മാത്രമേ ഉള്ളൂ. എടുക്കപ്പെട്ടാൽ സംഭവിക്കാൻ പോകുന്നതിന് നിതാന്തമായി മഹാവ്യാധികളെ പറ്റി പാസ്റ്റർ ഇപ്പോൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 7, 8 തിരുവെഴുത്തുകൾ കർത്താവിന്റെ ദാസൻ ഇപ്പോൾ വായിക്കുന്നതായിരിക്കും. 4-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 4-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ മഞ്ഞ നിറമുള്ള ഒരു കുതിരയെ കണ്ടു. മഞ്ഞ നിറമുള്ള കുതിര. 1 വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി. 2 ചുവന്ന കുതിര, മനുഷ്യൻ അന്യോന്യം കൊല്ലും, ലൈസൻസ്. 3 ഇന്നത്തെ GST വാറ്റ്, കറുത്ത കുതിര, ക്ഷാമം. 4
മഞ്ഞക്കുതിര. അടുത്തത് അതിന്മേൽ ഇരിക്കുന്നവന് മരണം എന്ന് പേർ. ഇതിന് ഗ്രീക്ക് മൂലഭാഷ ക്ലോറോസ്, ഒരു പുഷ്ടിയില്ലാത്ത കാലം, ക്ലോറോസ്, അതാണ് മങ്ങിയ മഞ്ഞക്കുതിര, മരണം എന്ന് പേർ. അടുത്തത് പാതാളം അവനെ പിന്തുടർന്നു. ഇൻസ്റ്റന്റ് ഡെത്ത് ലോകത്തിൽ വന്നുകൊണ്ടിരിക്കും. ഇൻസ്റ്റന്റ് ഡെത്ത്, പാതാളം അവനെ പിന്തുടർന്നു. വായിക്കാം. വാളുകൊണ്ടും നമ്പർ 1 വാൾ, ക്ഷാമം. നിൽക്കട്ടെ, ഈ കാര്യങ്ങൾ ശ്രദ്ധയോടെ, സ്പീഡിൽ ഞാൻ സംഭാഷണം പോയാൽ അനവധി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകത്തില്ല. നമ്പർ 1 വാൾ. ഈ വാളിന് പലരും പറയും ഈ ചന്തയിൽ നിന്ന് മേടിക്കുന്ന വാള്. ദൈവകുഞ്ഞുങ്ങളെ, ഈ വാൾ യോഹന്നാൻ പത്മോസിൽ കണ്ട് ആറ്റമിക് വെപ്പൺസിനെ വാൾ. എന്താ വാൾ? ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ആറ്റമിക് വെപ്പൺസ്. നിങ്ങൾക്കറിയാം, ഇന്ന് ലോക രാജ്യങ്ങളിൽ മുഴുവൻ, ഒരു കാലത്ത് നമ്മുടെ മലയാളികളെല്ലാം പറയുമായിരുന്നു വിദേശ രാജ്യങ്ങൾ നല്ലതാണ്. അമേരിക്കയിൽ തന്നെ കറുത്ത വർഗ്ഗക്കാർ വെടി, സ്കൂളിൽ വെടി, പള്ളിയിൽ വെടി, ബ്രിട്ടനിൽ ആക്രമണം, തീർന്നില്ല, ജപ്പാനിൽ ആക്രമണം, ഓസ്ട്രേലിയയിൽ ആക്രമണം, കാനഡയിൽ ആക്രമണം, എത്രയോ സ്ഥലങ്ങളിൽ ഇൻസ്റ്റന്റ് ഡെത്ത്. വാൾ. വാൾ മീൻസ് ആറ്റമിക് വെപ്പൺ. പഠിക്കുന്ന സ്കൂളിൽ കൊച്ചു തോക്കെടുത്ത് വെടിവെക്കും. ചെറുപ്പക്കാരൻ താണ്ടി കാനഡ കോവിഡ് നടന്നപ്പോൾ ഒരുത്തം 18 പേരെ ഒറ്റയടിക്ക് വെടിവെച്ച് വന്നു ഒരു കാനഡയിൽ. അങ്ങനെ ഇവർക്കൊക്കെ ഇവിടുന്ന് കിട്ടുന്നെന്ന് അറിയത്തില്ല. ഇൻസ്റ്റന്റ് ഡെത്ത്. നല്ല വചനം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു കാര്യം കഴിഞ്ഞ് തിരിച്ചു വന്ന കർത്താവിന് സ്തോത്രം പറയണം. ആ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം വന്നു. ഇൻസ്റ്റന്റ് വിത്ത് മഞ്ഞക്കുതിര, ക്ലോറോസ്, അതിന് നിതാന്തമായ വ്യക്തമായി കാണിക്കുന്നു. മഹാവ്യാധികളിലേക്ക് ലോകം കടക്കും. നമ്പർ 1 വാൾ. നമ്പർ 2 ക്ഷാമം. എന്താ ക്ഷാമം? ഇപ്പൊ നമ്മുടെ ഇവിടെ കൊറോണ അടിച്ചുകൊണ്ടിരിക്കുക. ഈ ലോക്ക്ഡൗൺ കണ്ടിന്യൂ ചെയ്യണമെന്ന് പലരും പറയുന്നു. പക്ഷെ രാഷ്ട്രങ്ങൾ എന്താ ഈ കൊറോണയെ മാറ്റി ലോക്ക്ഡൌണിൽ വിഡ്രോവൽ വരുത്തുന്നത്? ഇവിടെ ഒരു പട്ടിണി നടന്നാൽ 5 കോടി പേർ മരിക്കാൻ സാധ്യത. നമ്മൾക്ക് ദൈവകുഞ്ഞുങ്ങളെ, ഈ ലോക്ക്ഡൌണിന്റെ അകത്ത് ലോകത്തിൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ക്ഷാമം. ഇപ്പം നമ്മൾക്കെല്ലാം ഈ ആഹാരമൊക്കെ കിട്ടുന്നത് ഏത് രാജ്യങ്ങളും 6 മാസം മുതൽ 9 മാസം വരെ ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാൽ ഇൻസ്റ്റൻ്റായിട്ട് അവരുടെ ഗോഡൗണുകളിൽ ഫുഡ് ആൻഡ് മെഡിക്കൽ പ്രോഡക്ട്സ് സെർവ് ചെയ്ത് വെച്ചിരിക്കും. 6 മുതൽ 9 വരെ. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ 3 മാസമായി ഗവൺമെൻറ്റുകൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ആഹാരത്തിൻ്റെ കലവറയും മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കലവറയും ഇപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലിരിക്കുന്നുണ്ട്. മനുഷ്യൻ മരിക്കുന്നതല്ല അവർക്ക് വിഷയം. ഇത് ഇനിയും സ്റ്റോറേജ് ചെയ്ത് വച്ചില്ലെങ്കിൽ ആയിരങ്ങൾ പട്ടിണി മൂലം മരിക്കുവാനിടയായി തീരും. ക്ഷാമം. അത് നിതാന്തമായി. 3 അത് കറുത്ത കുതിരയെ പറ്റി മറ്റൊരു പ്രഭാഷണത്തിൽ പറയാം. ലോകം ഒരുവന്റെ കയ്യിലേക്ക് എത്തുന്നത് ഇന്നത്തെ GSTയും വാറ്റും മുഴുവനും. ഒരുപക്ഷെ ഞാനോ ദൈവദാസനോ എല്ലാവരും ഉപയോഗിക്കുന്നതിനകത്ത് ഇന്ന് ക്ഷാമത്തിന് നിതാന്തമായൊരു ബാർകോഡ് വന്നിരിക്കുന്നു. ഈ ബാർകോഡ് വെച്ച് ഏത് സ്ഥലത്തും ഏത് സാധനത്തിനും ഒറ്റ വിലയിൽ കൊണ്ടുവരാം. അത് ഇന്ത്യയിൽ ഇന്ന് ഏത് സാധനം നമ്മൾ പർച്ചേസ് ചെയ്താലും അതിനകത്ത് GST, ഏതാ ഗുഡ് സർവീസ് ടാക്സ്, തീർന്നില്ല, US ആൻഡ് UK ആൻഡ് ദുബായ്, ദേ വിൽ ടേക്ക് ഇറ്റ് വാറ്റ് വാല്യൂ ആഡഡ് ടാക്സ്. ഇതെല്ലാം ഒരുവന്റെ കയ്യിൽ എത്താൻ പോകുന്നു. ഫുഡ് പ്രോഡക്ട്സ് മുഴുവൻ ഒരുവന്റെ കയ്യിലേക്ക് എത്താൻ പോകുന്നു. അതിന് നിതാന്തമായി മക്കളെ 5 കോടി പേർ പട്ടിണിയിൽ മരിക്കുമെന്ന്. ക്ഷാമം. എവിടെയൊക്കെ ക്ഷാമം. നിങ്ങൾ ഈ ഇടയ്ക്ക് ടെലിവിഷൻ ഒന്ന് കാണണം. സീരിയൽ കാണാനല്ല പറയുന്നത്, ഭാഷ പറഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെയല്ല. ഈ ആഫ്രിക്ക, നൈജീരിയ, കോങ്കോ, ഹെയ്ത്തിയ കണ്ടില് പട്ടിണി കോലങ്ങളെ പോലെ കുഞ്ഞുങ്ങൾ നടക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ പലരും മണ്ണ് വരെ ഭക്ഷിച്ചു. തിരുവനന്തപുരത്ത്, ഡൽഹിയിൽ ഒരു കുടുംബം ആഹാരം കിട്ടാതെ അവർ ആത്മഹത്യ ചെയ്തു. എറണാകുളത്ത് പട്ടിണി കിടന്നവരെ ഗവൺമെന്റ് കയ്യിലാക്കി. ബാക്കിയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. അനേകം കുഞ്ഞുങ്ങൾ പട്ടിണി കോലങ്ങളായി നടക്കുമ്പോൾ ഈ ലോക്ക്ഡൌണിന്റെ കാലത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കർത്താവ് തന്നില്ലേ? ഇത്രയും നന്മ ചെയ്ത ദൈവത്തിന് സ്തോത്രം. അതാണ് ദൈവ കുഞ്ഞുങ്ങൾ കണ്ട ക്ഷാമം. എത്രയോ തലങ്ങളിൽ, അട്ടപ്പാടിയിൽ 47 കുഞ്ഞുങ്ങൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് SATയിൽ മരിക്കുവാനിടയായി തീർന്നു, പോഷകാഹാരം കിട്ടാതെ. അങ്ങനെയെങ്കിൽ സഭ എടുക്കപ്പെട്ടാൽ പീഡാകാലത്ത് ഇൻസ്റ്റന്റ് ഡെത്ത് വിത്ത് ടെററിസ്റ്റ് അഥവാ തീവ്രവാദികൾ മൂലം ആക്രമണങ്ങൾ വരാൻ പോകുന്നു. തീർന്നില്ല, സെക്കൻഡ് തലമായ ക്ഷാമം. അടുത്ത വാക്യം ജിജിപ്പാസ് വായിക്കാൻ പാസ്. വാൾ ക്ഷാമം. മഹാവ്യാധി കൊണ്ടും. മഹാവ്യാധിയിലേക്ക് കടക്കുന്നതിന് അടുത്ത വാക്യം കൂടെ. ഭൂമിയിലെ കാട്ടുമൃഗങ്ങളെ കൊണ്ടും. ഭൂമിയിലെ കാട്ടുമൃഗങ്ങൾ. ഈ കാട്ടുമൃഗങ്ങളെ പറ്റി ദൈവജനം നല്ലതുപോലെ പഠിക്കണം. പഴയ ഒരു കാലം മാറി. കാട്ടുമൃഗങ്ങൾക്ക് 2 അർത്ഥം വെളിപ്പാട് പുസ്തകത്തിൽ കൊടുക്കുന്നുണ്ട്. കാട്ടിനകത്ത് മൃഗങ്ങൾക്ക് പലപ്പോഴും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ആനകൾ വനാന്തരം വിട്ടിറങ്ങുന്നുണ്ട്. തീർന്നില്ല, പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസം പേടുംപാറയിൽ പുലി ഇറങ്ങി എന്ന് പറയുന്നു, കടുവ ഇറങ്ങി എന്ന് പറയുന്നു. വന്യമൃഗങ്ങൾ മനുഷ്യരെ വേട്ടക്കാരാക്കുന്ന ഒരു കാലം. വേട്ടക്കാരനെ പോലെ മനുഷ്യനെ പച്ചയ്ക്ക് കൊല്ലുന്ന കാഴ്ച നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കാട്ടിലെ മൃഗങ്ങൾ. ദ്വയാർത്ഥത്തിൽ ഒരർത്ഥം. 2 വിശുദ്ധ വെളിപ്പാട് കാട്ടിലെ മൃഗത്തിന് 2ാമത്തെ കാര്യമായി കൊടുത്തിരിക്കുന്നത് തീവ്രവാദികൾ.
ടെററിസ്റ്റ് ഇന്ന് എല്ലാ രാജ്യത്തും പതുങ്ങിയിരിക്കുക. ടെററിസ്റ്റ് അമേരിക്കയിൽ കറുത്തവർഗക്കാർ, റഷ്യയിൽ ചെച്ചിനിയക്കാർ, അഫ്ഗാനിസ്ഥാനിൽ IS ഉണ്ട്, തീർന്നില്ല, യമനിൽ ഹൂത്തി വിമതരുണ്ട്, പിന്നെ താലിബാനുണ്ട്, ഇന്ത്യയിൽ മാവോയിസ്റ്റുകളുണ്ട്. ഇവരെല്ലാം തീവ്രവാദികൾ. അന്ത്യകാലത്ത് ഇവർ പുറത്തേക്ക് വരും, തീവ്രവാദികൾ. ഇനി ഈ കാട്ടുമൃഗങ്ങൾ മഹാവ്യാധികളിൽ കടക്കുന്നതിന് മുമ്പ് ഈ അന്ത്യകാലത്ത് ഇത് സംഭവിച്ചാൽ വാക്യത്തിലേക്ക് കടന്നു വരും. മനുഷ്യൻ ആഹാരം കിട്ടത്തില്ല, മനുഷ്യൻ കയ്യിലുള്ളത് കൊടുത്താൽ വിനിമയം നടക്കാത്തൊരു കാലം വരുന്നു. അതിനെപ്പറ്റി സെഫന്യാവ് എന്ന് പറയുന്ന പ്രവാചകൻ, പാസ്റ്റർ ഒന്ന് വായിച്ചാട്ടെ. സെഫന്യാവ് ഇന്നത്തെ ലോക്ക്ഡൌണിനോടുള്ള ബന്ധത്തിൽ വീട്ടിലിരിക്കുന്നവരെല്ലാം ഈ കാലഘട്ടത്തിൽ കൂടെ കടന്നു പോവുകയാണ്. സെഫന്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാമത്തെ വാക്യം. യഹോവയുടെ ക്രോധ ദിവസത്തിൽ, യഹോവയുടെ ക്രോധ ദിവസത്തിൽ അവരുടെ വെള്ളിക്കും പൊന്നിനും, ഇതെല്ലാം വലിച്ചെറിയേണ്ട ഒരു കാലാ വരാൻ പോകുന്നത്. അടുത്തത്, അവരെ രക്ഷിപ്പാൻ കഴിയുക. എന്റെ പൊന്നു മക്കളെ, നിന്റെ സ്വർണ്ണമുണ്ടോ, വെള്ളിയുണ്ടോ, കുടുംബത്തിന്റെ പാരമ്പര്യം ഉണ്ടോ, ഇതൊന്നും നിന്റെ കൊറോണയിൽ നിന്നെ സഹായിക്കത്തില്ല. സ്വോത്രം. കണ്ടില്ലേ, ഇതൊക്കെ നിന്നെ ഒരിക്കലും സഹായത്തില്ല. സെഫന്യാവ് അടുത്തത് വായിക്കാൻ. അടുത്തത്, സർവഭൂമിയും അവന്റെ തീക്ഷ്ണത അഗ്നിക്ക് ആ ഇരയായി തീരും. 210 രാഷ്ട്രങ്ങളിൽ അവൻ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. സ്വോത്രം. ഒരു സ്വർണ്ണക്കട തുടങ്ങുന്നിട്ടുണ്ടോ, ഒരു വ്യാപാര സ്ഥാപനങ്ങൾ നടന്നിട്ടുണ്ടോ, ക്രയവിക്രയം നടക്കുന്നുണ്ടോ, വല്ലം നടന്നിട്ടുണ്ടോ? 210 രാഷ്ട്രങ്ങളിൽ 6 വൻകരകളിൽ, അന്റാർട്ടിക്കയിൽ മാത്രം ഇത് എത്തിയിട്ടില്ല, അതൊരു പ്രത്യേക സോൺ. 6 രാഷ്ട്രങ്ങളിലും ഇത് ആഞ്ഞടിക്കുന്നു. സ്വർണത്തിന് രക്ഷിക്കാൻ പറ്റത്തില്ല, വെള്ളിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല, നിന്റെ വയറ് പോലും നിറയത്തില്ലെന്ന സെഫന്യാവ് താഴോട്ട് എഴുതിയിരിക്കുന്നത്. അത്രയും വലിയൊരു കാലത്തിലേക്ക് ഉലകം വന്നു കഴിഞ്ഞിരിക്കുന്നെങ്കിൽ കാട്ടുമൃഗങ്ങൾ ലോകത്തിനകത്ത് തീവ്രവാദികൾ ഇറങ്ങി വരും. സാധാരണ തീവ്രവാദികളല്ല, ഇനി തീവ്രവാദികളുടെ പൊസിഷൻ എല്ലാം മാറിക്കഴിഞ്ഞു. ഇന്നത്തെ തീവ്രവാദികളുടെ പൊസിഷന് വിരോധമായി നിങ്ങൾ മനസ്സിലാക്കണം, ഇവരിൽ കിട്ടാൻ പോകുന്നത് ലെറ്റർ ബോംബ്. ഇതൊക്കെ ഒരു കാലത്ത് പ്രസംഗിക്കുമ്പോൾ പലരും പറയും പാസ്റ്റർമാർ പേടിപ്പിക്കുകയാണെന്ന്. ലെറ്റർ ബോംബ്. വിവാഹ സമ്മാനമായി നവവരന് മുത്തശ്ശിക്കും കിട്ടിയത് ലെറ്റർ ബോംബ്. AK-47 വേണ്ട, സ്പാരോ വേണ്ട, സ്പൈക്ക് വേണ്ട, ഒന്നും വേണ്ട, ലെറ്റർ ബോംബ്. ആധുനികമായി തീവ്രവാദികളുടെ കൈകളിലേക്ക് ഈ സാധനങ്ങൾ എത്തിക്കഴിഞ്ഞു. എന്താ, വടക്കേ ഇന്ത്യയിൽ ഒരു വിവാഹം, ആ വിവാഹത്തിന്റെ ചെറുപ്പക്കാരനോട് എതിരുള്ള ഒരു ലെറ്ററിനകത്ത് ഒരു ബോംബ്. ലിത്തിയം. എന്താ ഈ ലിത്തിയം എന്നറിയാമോ? ലിത്തിയത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. പണ്ടത്തെ കാലത്ത് നമുക്ക് ക്രിസ്മസ് കാർഡ് വരും, അച്ചായനും അമ്മാമയും തുറന്നു നോക്കും, ഹാപ്പി ക്രിസ്മസ് എന്ന് പറയും. അത് പോയി, ഇപ്പൊ ഹാപ്പി ക്രിസ്മസ് അടിച്ചു കഴിയുന്നതിന്റെ പുറകെ ലിത്തിയം ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ ഇൻസ്റ്റന്റ് ഡെത്ത്. ദ വെപ്പൺസ് കം ടു ലെറ്റർ ബോംബ് ഇൻ ദ വേൾഡ്. ഇത് ലോക രാജ്യങ്ങളിൽ ആയിക്കരിക്കുന്നു. അതുകൊണ്ട് 2 വർഷം മുമ്പോട്ട് പോയാ, ഇന്ന് 2020 മെയ് മാസത്തെ ഞാൻ പറയാ, 2022 നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൽ ഒരു സാധനം കൊണ്ടുപോയാൽ അവർ സ്കാൻ ചെയ്തിട്ടേ വിടത്തുള്ളൂ. കാര്യം എന്താ? ഇതിനകത്ത് ലെറ്റർ ബോംബ്. ഇന്ന് കൊറിയർ സർവീസിനകത്ത് മയക്കുമരുന്ന് കടത്തുന്നു. നിർണായകമായി ഇതെല്ലാം തീവ്രവാദികളുടെ 2ാമത്തെ ടെക്നോളജി, ലേസർ. എന്താ ലേസർ? പലരും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിവാഹം മറ്റ് പരിപാടികൾക്ക് പോകുമ്പോൾ ഈ ആളെല്ലാം പറക്കുന്ന ഒരുത്തം മേളിൽ പറക്കുന്നുണ്ട്, ഡ്രോൺ. ആ ഡ്രോണിനകത്ത് ഒരു ലേസർ കൊടുത്താൽ മതി. ഏത് വ്യക്തിയെ വേണമെങ്കിലും പൊന്നുപോലെ കാര്യം കൈകാര്യം ചെയ്യാൻ ഡ്രോണിനകത്ത് ഒരു ലേസർ കൊടുത്താൽ മതി. അതുകൊണ്ട് പല രാഷ്ട്രങ്ങളിൽ നിന്ന് ഡ്രോൺ നിരോധിക്കുന്നു. കണ്ടോ, കാട്ടുമൃഗങ്ങൾ, തീവ്രവാദികൾ. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നു. തീവ്രവാദികൾ മനുഷ്യനെ കൊല്ലുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. കണ്ടില്ലേ? അതുകൊണ്ടല്ലയോ ധന്യനായ പൗലോസ് ലീഗ ധന്യൻ ചൊല്ലി എഫേസ്യ ലേഖനത്തിൽ അക്കമിട്ട് എഴുതിയിട്ടില്ലേ, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുക. ക്ലോറോസ്, മഞ്ഞകുതിര, വാൾ, ക്ഷാമം, മഹാവ്യാധി, കാട്ടുമൃഗം. എന്താ മഹാവ്യാധി? ഇതിലേക്ക് ദൈവജനം നോക്കിക്കോണം. എന്താ മഹാവ്യാധി? ഞങ്ങളെക്കാൾ സീനിയർ ആയിട്ടുള്ള അപ്പച്ചന്മാർ, അമ്പച്ചമാർ, ദൈവദാസന്മാരെല്ലാം കേൾക്കാം. പണ്ടൊരു മനുഷ്യൻ മരിക്കണമെങ്കിൽ, അല്പ സയൻസിലേക്ക് മനുഷ്യൻ മരിക്കണമെങ്കിൽ എന്തൊക്കെ സംഭവിക്കണം? ചിലർ പറയും ക്യാൻസർ, ഗോ ടു ഡെത്ത്, അല്ലെ ഹാർട്ട് അറ്റാക്ക്, ഗോ ടു ഡെത്ത്, അല്ലെ ലിവർ ഡിസീസ്, പാൻക്രിയാസ്, ഗോ ടു ഡെത്ത്. ഇതൊന്നും ഇന്ന് വേണ്ട. കാലം മാറി. ഇന്ന് നാടൻ ഭാഷയിൽ 1-ാം ദിവസം OP, 2-ാം ദിവസം ICU, 3-ാം ദിവസം CCU, 4-ാം ദിവസം വെന്റിലേറ്റർ, 5-ാം ദിവസം മൊബൈൽ മോർച്ചറി. ലോകെ ഞാൻ ഓട്ടം തികച്ചു. ചോദിച്ചു കഴിഞ്ഞാൽ H1N1, പന്നിപ്പനി, എലിപ്പനി, കരിമ്പനി, തക്കാളിപ്പനി, ചിക്കൻ ഗുനിയ, അറ്റാക്ക് വിത്ത് ബാക്ടീരിയ. എവിടുന്ന് അവൻ ഉത്ഭവിച്ചു? 1967 മുതൽ ശാസ്ത്രലോകം കാണുന്നു ഇങ്ങനെ ഒരു ബാക്ടീരിയ. എവിടുന്ന്? കൗണ്ട് കുറയുന്നത്. പണ്ട് വല്ലവരും പനിക്ക് പോയാൽ പാരാസെറ്റമോൾ വിത്ത് ആന്റിബയോട്ടിക്, അമോക്സിലിൻ. ആ കാലം കഴിഞ്ഞു. ഇന്ന് ഏത് പനിക്ക് പോയാലും
ഏത് MBBS ഡോക്ടർ ആയാലും പറയും ടേക്ക് ഇറ്റ് ദ ബ്ലഡ് കൗണ്ട്, RBC, WBC, തീർന്നില്ല, ടോട്ടൽ കൗണ്ട്. എന്താ? അറ്റാക്ക് വിത്ത് ബാക്ടീരിയ ആൻഡ് വൈറസ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, നിങ്ങൾ ഈ സന്ദേശം ലഘുവായി കാണരുത്. ഇന്ന് കേരളത്തിലെ ലോകത്തിലെ വെള്ളത്തിനകത്ത് ഒരുവൻ വന്നിട്ടുണ്ട്. അവന്റെ പേരാ ക്രോമിയം ബെർലിയം വൈറേഷ്യം സയൻസ്. അതെന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ കൗണ്ടിനെ കുറയ്ക്കുന്നു. എവിടുന്ന് വന്നു ഈ വൈറസ്? പറയാം. ഒരു ശവം വെയിലത്ത് കിടന്നാൽ 4 ദിവസം വരെ കിടക്കുമ്പോൾ ചീഞ്ഞഴിയും. അതിനകത്ത് നിന്ന് ഇറങ്ങിയ ഒരു വൈറസ് ഇന്നത്തെ കേരളത്തിലെ വെള്ളത്തിനകത്ത് പകർച്ചവ്യാധി ഇവിടെ ആഞ്ഞടിക്കുന്നു. ഡെങ്കിയും ചിക്കൻ ഗുനിയും പന്നിപ്പനിയും. ഇത് സജു ചാത്തന്നൂരല്ല പറയുന്നത്, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി പൂജപ്പുര. അവർ അക്കമിട്ട് പറഞ്ഞു, മനുഷ്യനെ കൊല്ലുന്ന വൈറസ് വെള്ളത്തിനകത്ത് ഇവിടെ ആഞ്ഞടിച്ചിരിക്കുന്നു. ബൈബിളിന്റെ പ്രവചനം കണ്ടില്ലേ? മഹാവ്യാധി. തീർന്നില്ല. ഈ കൊറോണ കഴിഞ്ഞാൽ അടുത്ത് വരാൻ പോകുന്ന ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. അടുത്ത കേരളം കാണാൻ പോകുന്നു. അതിന്റെ പേര് മോട്ടോ നെർവസ് സിൻഡ്രോം, മഹാവ്യാധി. എന്താ മോട്ടോ നെർവസ് സിൻഡ്രോം? ഇന്ന് എനിക്കൊരു 72 കിലോ തൂക്കമുണ്ട്. ആഫ്റ്റർ 13 വീക്സ് 13 ആഴ്ച കഴിയുമ്പോൾ മൈ ബോഡി ഈസ് കം ടു 20 kg, 20 കിലോ ആയിട്ട് മാറും. അസ്ഥി ചുരുങ്ങും. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, കൈക്കകത്തൊരു ക്യാനില ഇടാൻ പറ്റത്തില്ല. കൈക്കകത്തൊരു മൾട്ടി ട്രിപ്പോ അല്ലെ വൈറ്റമിൻ ഫ്ലൂവോ പമ്പ് ചെയ്യാൻ പറ്റത്തില്ല. മനുഷ്യൻ അസ്ഥിയോട് ചേർന്ന് മരിക്കുന്ന ഒരു കാലം ഇവിടെ വരാൻ പോകുന്നു. മഹാവ്യാധി ലോകം മുഴുവൻ ആഞ്ഞടിച്ചിരിക്കുന്നു. എന്തൊരു കാലം! മഹാവ്യാധി. തീർന്നില്ല. ഇത് ബേഡിലേക്ക് വരുമോ? അതിന്റെ പേരാ ബേഡ് ഫ്ലൂ 2. ഇനി ഇവിടെ കോവിഡ് കഴിഞ്ഞാലും അനവധി പ്രാവശ്യം പ്ലെയിൻ സർവീസ് കട്ട് ചെയ്യും. പ്രവചനാത്മാവിൽ ഇന്ന് ഞാൻ പറയുക, എന്താ പ്ലെയിൻ കട്ട് ചെയ്യുന്നത്? തീവ്രവാദിയാണോ? കാലാവസ്ഥ വ്യതിയാനാണോ? അല്ല. ഈ പക്ഷിപ്പനി ആഞ്ഞടിച്ചാൽ ഗൾഫിലേക്ക് വിമാനം കാണത്തില്ല. ദേ വിൽ ലോക്ക് ഡൗൺ. ദുബായിലേക്ക് വിമാനം കാണത്തില്ല. ബേഡ് ഫ്ലൂ. അമേരിക്കയ്ക്ക് വിമാനം കാണത്തില്ല. ലോക്ക്ഡൗൺ. ബേഡ് ഫ്ലൂ വരാൻ പോകുന്നു. തമിഴ്നാട്ടിൽ കോഴികളെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. എന്താ? കോഴിപ്പനി. ആലപ്പുഴ, ചങ്ങനാശ്ശേരി. തീർന്നില്ല. എവിടെയല്ല? കുട്ടനാട് താറാവിനെ കത്തിക്കുന്നു. തീർന്നില്ല. ബേഡ് ഫ്ലൂ. 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങളുടെ വീട്ടിൽ ഒരു തത്തയെ വളർത്തണമെങ്കിൽ പഞ്ചായത്തുകാരന്റെ പെർമിഷൻ ഇല്ല, വളർത്താൻ പറ്റത്തില്ല. കുഞ്ഞുങ്ങൾ അതിന്റെ അടുത്ത് പോലും പറ്റത്തില്ല. ബേഡ് ഫ്ലൂ. പഴയ കാലത്ത് പറയത്തില്ലേ, വവ്വാൽ കൊത്തിയ പറങ്കി മാങ്ങ തിന്നവർ, വവ്വാൽ കൊത്തിയ പഴം തിന്നവർ. ആരെങ്കിലും കയറുമോ? കോഴിക്കോട് അവൻ വന്നില്ല, അവന്റെ പേര് നിപ്പ. എത്ര മാരകമായ വ്യാധി! വൈറൽ ഡിസീസ് വവ്വാലിൽ. പൂനെ വൈറോളജിയിൽ അവ കണ്ടുപിടിച്ചില്ലേ? മഹാവ്യാധി. ഇൻസ്റ്റന്റ് ഡെത്ത്, ക്ലോറോസ്. അതാണ് യഥാർത്ഥ ഗ്രീക്ക് ഭാഷ. വിളറി മനുഷ്യൻ മരിക്കും. തീർന്നില്ല. അങ്ങനെയെങ്കിൽ ഇപ്പം അടിച്ചുകൊണ്ടിരിക്കുന്ന കൊറോണ. ബൈബിളും കൊറോണയും. ബൈബിളിനകത്ത് അങ്ങനെ ഒരു കാര്യമുണ്ടോ? എന്തുകൊണ്ട് ഇത് ചൈനയിൽ നിന്ന് വന്നു? ഇത് ഞങ്ങളുടെ ആരും റിപ്പോർട്ടല്ല, വാഷിംഗ്ടൺ റിപ്പോർട്ട്, വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട്. ഇത് ഈ പ്രക്ഷേപണം നടന്നു കഴിയുമ്പോൾ ഇതിന്റെ പൂർണ്ണ രൂപം കുഞ്ഞുങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കും. വാഷിംഗ്ടൺ പോസ്റ്റിന്റെ പൂർണ്ണ റിപ്പോർട്ട് മലയാളത്തിൽ ഞാനൊന്ന് വായിക്കുന്നു. അതിന്റെ വാക്യങ്ങൾ ദൈവദാസൻ പുറകെ വായിച്ചു തരും. 2009 ഒക്ടോബർ മാസത്തിൽ സു സി യാവോങ് എന്ന പേരുള്ള ചൈനയിലെ സർക്കാർ അംഗീകൃത ക്രിസ്തീയ സഭകളുടെ തലവനായ ഉദ്യോഗസ്ഥൻ ചൈനയിൽ നിന്ന് ക്രിസ്ത്യാനികളെ തുടച്ചു നീക്കുവാൻ പ്രതിജ്ഞയെടുത്തു. അനദ്വൈത ക്രൈസ്തവ സഭകൾ അടച്ചുപൂട്ടുകയും ഔദ്യോഗിക സഭകളിൽ ആശയങ്ങൾ അനുഭവപ്പെടുത്തുകയും ജനത്തെ ക്രിസ്തീയ പീഡനത്തിനായി ചുവടുവെക്കുകയും ചെയ്യുന്നു. പാസ്റ്റർമാർ അവരുടെ പ്രസംഗങ്ങൾ അധികാരികൾക്ക് എഴുതി കൊടുക്കണം. സഭയിൽ കുട്ടികൾക്ക് പഠന ക്ലാസ് പാടില്ല. തീർന്നില്ല. പ്രായമുള്ളവരിൽ ക്രിസ്ത്യാനികളുടെ പെൻഷൻ കട്ട് ചെയ്തു. എന്നിട്ട് തീർന്നില്ല. ക്രിസ്ത്യാനികളെ ഒരുക്കുന്ന ഒരു മുന്നേറ്റം അവിടെ വരരുത്. അങ്ങനെയെങ്കിൽ വിശുദ്ധ ബൈബിളിനെ കരങ്ങളിൽ പിടിച്ചുകൊണ്ട് ആശയങ്ങളുടെ മേൽ കടക്കൽ കത്തിവെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം 2019 ഒക്ടോബറിൽ കിടക്കുന്നത് വാഷിംഗ്ടൺ പോസ്റ്റ് 2019 ഒക്ടോബറിൽ ഇങ്ങനെ ഒരു നിയമം ചൈന കൊണ്ടുവന്നപ്പോൾ 2019 ഈ നവംബർ മാസത്തിൽ ആദ്യത്തെ വുഹാനിൽ നിന്നുള്ള കേസ് റിപ്പോർട്ട് ചെയ്തു. സ്വർഗത്തിലെ ദൈവത്തോട് മറുതലിക്കരുത് മക്കളെ. ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവമക്കളെ, ദൈവ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവവചനത്തോട് മറുതലിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾ ഒരു ദൈവദാസനെ പറ്റി പറഞ്ഞു, പക്ഷെ വചനത്തെ പറ്റി നിങ്ങൾ മറുതലിക്കരുത്. സ്വർഗത്തിൽ സ്ഥിരമായി നിൽക്കുന്നത് ദൈവത്തിന്റെ വചനം. റിവേഴ്സിലേക്ക് വരാം. പക്ഷെ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിന്റെ 18-ാമത്തെ തിരുവെഴുത്ത് ഈ വചനത്തോട് മറുതലിച്ചാൽ വെളിപ്പാട് പുസ്തകം 22:18 വാക്യം, ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാലും കുറച്ചാലും കട്ട് ചെയ്താലും അടുത്ത
അടുത്തത് ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ഇത് മാത്രം മതി മക്കളെ. ഇതാ ചൈനയിലെ കൊറോണ, വേറെ ഒന്നുമല്ല. സ്വർഗത്തിലെ ദൈവം അറിയാതെ ഒന്നും നടക്കത്തില്ല. 2019 ഒക്ടോബർ മാസത്തിൽ ഹല്ലേലൂയ ക്രിസ്തീയ വിശ്വാസത്തെ തുടച്ചു നിൽക്കാൻ ചൈനയിലെ ഉദ്യോഗസ്ഥൻ പ്രഖ്യാപിച്ചതിന്റെ വളരെ വൈകാതെ വുഹാനിൽ വൈറസ് ബാധ ആരംഭിച്ചു. തീർന്നില്ല. ചൈനയിലെ ലീ വിയാൻഗ് എന്ന വുഹാനിലെ ഒരു ആശുപത്രി ഡോക്ടർ ഈ രോഗത്തിന്റെ അപകടങ്ങളെ കുറിച്ച് ഒന്നാമത് മുന്നറിയിപ്പ് അധികാരികൾക്ക് നൽകി. പക്ഷേ അവർ കൃത്യമായ സമയം ഏറ്റെടുത്തില്ല. അങ്ങനെയെങ്കിൽ ഈ ബാധകളെ സ്വർഗത്തിലെ ദൈവം അയക്കുമെന്ന് ബൈബിളിന്റെ തിരുവെഴുത്തിന്റെ വചനപ്രകാരം രേഖപ്പെടുത്തിയെങ്കിൽ നിർണായകമായ ഒന്ന് രണ്ട് വാർത്തകൾ നിങ്ങൾ എന്നെ ഇതിൽ കേൾക്കണം. എവിടെ നിന്ന് ആരംഭിച്ചു? ഔദ്യോഗിക വാർത്താക്കുറിപ്പ്. ലോക കാരണം ചന്തയിൽ നിന്ന് വിൽക്കുവാൻ കൊണ്ടുവന്ന ജീവനുള്ള മൃഗങ്ങൾ, അവയിൽ ഭക്ഷിക്കാനുള്ള വവ്വാൽ പാമ്പുകൾ. ഇതാണ് പറയുന്നത്. അല്ല, ഇനി അടുത്ത കാര്യമാണ്. ഇത് എവിടുന്ന് വന്നു? ദിസ് ഈസ് ആൻ അൺസീൻഡ് വൈറസ് may be produced by artificial. ഇവനെ ഉണ്ടാക്കിയത് എങ്ങനെ കിട്ടിയെന്നറിയാമോ? വുഹാനിലെ പരീക്ഷണശാലയിൽ നിന്ന്. ദാ കിടക്കുന്നു. 2018 സാർസ്, മെർസ് ഇവ പരിശോധിക്കുവാൻ വേണ്ടി എടുത്ത ചില ഒരു ഘടകങ്ങൾ 2018 ജനുവരിയിൽ തുറന്നത് വുഹാൻ സർവകലാശാല. അന്ന് അമേരിക്കയുടെ സുരക്ഷാ വിദഗ്ധർ, ശാസ്ത്രജ്ഞന്മാർ ഇവരോട് പറഞ്ഞ് പരീക്ഷണശാലയിൽ ഒരണു രക്ഷപ്പെട്ട് പുറത്തിയാടിയാൽ ലോകം തീരും. പരീക്ഷണശാല നിങ്ങൾ പൂട്ടണമെന്ന് പറയുന്നു. ഡോക്ടർ എറിക് ഡിങ്, ഇസ്രായേൽ ബഹുമാന്യനായ പകർച്ചവ്യാധി വിദഗ്ധൻ, ഈ വൈറസിന്റെ അസാധാരണമായ ഘടനാവിശേഷണം അപഗ്രഥിച്ചു. സ്വാഭാവികമായി ഇത് ഉണ്ടാകുവാൻ സാധ്യതയില്ല. ഇത് ജനിതക ഘടന, ആർട്ടിഫിഷ്യൽ വൈറസ്. ദാ കിടക്കുന്നു. ഇതിനൊരു പ്രതിരോധ മരുന്നില്ല. പിടിവിട്ടുപോയി. ബെയ്ജിങ്ങിൽ നടന്ന അടിയന്തര സമ്മേളനത്തിൽ ചൈനീസ് നേതാവായ ഷീ ജിൻപിങ് പറഞ്ഞു, കൊറോണ വിഷാണുവിനെ തുടച്ചാക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല. ചൈനീസ് അധികാരികൾക്ക് പോലും ഇത് പുറത്ത് ചാടിയ ഉറവിടം വുഹാനിലെ ജൈവ പരീക്ഷണശാല. ദിസ് മെയ്ഡ് ആൻ ആർട്ടിഫിഷ്യൽ വൈറസ്. അങ്ങനെയെങ്കിൽ കണ്ടില്ലയോ കൊറോണ നമ്പർ 1. കൊറോണ മാറി. കൊറോണ കഴിഞ്ഞപ്പോൾ ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് വന്ന് COVID-19. ആദ്യത്തെ കൊറോണ ജനിതക ഘടന പ്രകാരം 14 ദിവസം കഴിയുമ്പോൾ അല്പ മെഡിക്കൽ സയൻസിലേക്ക് മനുഷ്യന്റെ ശരീരത്തേക്ക് ഇത് കടന്നാൽ ആദ്യം അവൻ കൊടുക്കുന്ന ത്രോട്ട് ഇൻഫെക്ഷനാണ്. ത്രോട്ടിന് വേദന അറിയുമ്പോൾ ഇത് വരും. ചില ബ്ലഡ് കൗണ്ട് നല്ല കൂടിയവർക്ക് അറിയത്തില്ല, ഡൈവേർട്ട് ചെയ്ത് ന്യൂമോണിയയിലേക്കാണ് പോകുന്നത്, ശ്വാസകോശത്തിലേക്ക്. അതായിരുന്നു 14. ജനിതക ഘടന 2 COVID-19. COVID-19 കേൾക്കുന്ന സഹോദരങ്ങളെ, ഇപ്പൊ 14 ദിവസം കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല, 28 കൊണ്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ചിലരിൽ ഇത് 40 ദിവസം കഴിഞ്ഞ് ഡിറ്റക്ട് ചെയ്തു. ചിലരിൽ ക്യാൻസറിന്റെ അണുക്കൾ, സാർക്കോമയോ കാർസിനോമ ഏതോ ഉള്ളത് ഒരു 4th സ്റ്റേജിൽ ചിലർ ഡിറ്റക്ട് ചെയ്യുന്നത് പോലെ ചില മനുഷ്യ ശരീരത്തിനകത്ത് ഇത് കടന്നാൽ ഏകദേശം 40 ദിവസം. അതാണ് COVID-19. ഇതൊരു 2ാം വ്യാപനത്തിലേക്ക് ലോകത്ത് ചിലയിടത്ത് അടിച്ചിട്ടുണ്ട്, ചിലയിടത്ത് ഇതുവരെ അടിച്ചിട്ടില്ല. ഇനി ഇതൊരു 3ാം തലത്തിലേക്ക് വന്നാൽ മനുഷ്യൻ പോകുന്ന വഴിയിൽ കുഴഞ്ഞു വീണ് മരിക്കും. ഇതിൻ്റെ ജനിതക ഘടന കൃത്യമായി മനസ്സിലാക്കണം. ദിസ് ഈസ് ആൻ ആർട്ടിഫിഷ്യൽ വൈറസ്. ജപ്പാനിലെ നോബൽ സമ്മാനം കിട്ടിയ വൈറസിനെ പഠിക്കുന്ന വ്യക്തി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇതൊരു ആർട്ടിഫിഷ്യൽ അൺസീൻഡ് വൈറസ്. ഇവിടെ 3rd സ്റ്റേജ് ഒന്നും ആയിട്ടില്ല. ഏത് മാധ്യമങ്ങൾ പറയുന്നെങ്കിലും 2nd സ്റ്റേജിൽ മാത്രം നാം ഇപ്പോൾ പോകുന്നു. 3rd സ്റ്റേജിൽ ഈ വൈറസിന് മനുഷ്യന്റെ ശരീരത്തിലെ ബ്ലഡ് കൗണ്ട് 45 ദിവസം കൂടുമ്പോൾ മാറുമെന്നാണ് മെഡിക്കൽ സയൻസ്. അങ്ങനെയെങ്കിൽ ഇതുപോലുള്ള വൈറസ് എയർ കണ്ടീഷൻ റൂമിനകത്തോ ഫ്ലൈറ്റിനകത്തോ യാത്ര ചെയ്യുമ്പോൾ അതിൻ്റെ ജനിതക ഘടനയ്ക്ക് മാറ്റം വരും. നാടൻ മലയാളം ഓന്ത് ചില സമയങ്ങളിൽ നിറം മാറുന്ന പോലെ എബോവ് 15 ഡേയ്സ് ഈ ജനിതക ഘടനയിൽ മാറ്റം വന്നാൽ 3rd സ്റ്റേജ് ഇവിടെ സംഭവിക്കും. ഇൻസ്റ്റന്റ് എടുത്ത് മനുഷ്യൻ വഴിയരികിൽ കുഴഞ്ഞു വീണ് മരിക്കും. വൈറസ് ഇവിടെ അവസാനിക്കുന്നില്ല. 4 ലോകത്തിൽ 3 കിങ്ഡങ്ങളാ. 1 ഹ്യൂമൻ കിങ്ഡം, മനുഷ്യലോകം. 2 അനിമൽ കിങ്ഡം. 3 പ്ലാന്റ് കിങ്ഡം. അങ്ങനെയെങ്കിൽ ദ 4th സ്റ്റേജ് ദ കൊറോണ ഈസ് ഗോയിങ് അനിമൽ. എല്ലാ മൃഗങ്ങളിലേക്കും ഇത് വ്യാപരിക്കാൻ സാധ്യത. അത് കണ്ടിട്ടാണ് ചൈന 16 സിറ്റികളെ ഒറ്റയടിക്ക് ബ്ലോക്ക് ചെയ്തു. ചൈനയുടെ 3 പട്ടണങ്ങളാ. ഏതൊക്കെയാണെന്നറിയാമോ? ബെയ്ജിങ്, ഷാങ്ഹായ്, പീക്കിംഗ്. അവിടെ ഒന്നും ചെന്നില്ല. ചൈനയിലെ ഏറ്റവും നിർണായകമായ ലാബ്, ഈ ലാബ് എവിടെയാണെന്നറിയാമോ? വുഹാൻ. അവിടെ മാത്രം ഇത് ആഞ്ഞടിച്ചെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അക്കമിട്ട് ഞാൻ പറയുന്നു, കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധം.
അതിലേക്ക് ഞാൻ നിങ്ങളെ തെളിവ് കാണിക്കാം. ഒരുപക്ഷെ ദൈവത്തിന്റെ ദാസന്മാർ ബാക്കിയുള്ളവർക്ക് ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇത് സജു ചാത്തന്നൂരല്ല പറഞ്ഞത്. ഇതിന്റെ മുഴുവൻ റിപ്പോർട്ടും എൽഷദായുടെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പിന്നത്തതിൽ കാണാൻ പറ്റും. കൊറോണ ചൈനയുടെ ജൈവായുധം. ഇത് പറഞ്ഞത് ആരോ മക്കളെ എന്നറിയാമോ? ഇസ്രയേലിന്റെ ഇന്നത്തെ ജൈവശാസ്ത്രജ്ഞനായ ഡാനിയൽ ഷോഹം മൈക്കൽ പോംപയോട് പറഞ്ഞു കഴിഞ്ഞു. ഇതെന്താണെന്നറിയാമോ? ചൈനയുടെ ജൈവായുധം. ഇതിന് നിതാന്തമായി ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുന്നു. ലോകത്തിലെ ചില രാഷ്ട്രങ്ങളിൽ ആറ്റം ബോംബ്, ക്ലസ്റ്റർ ബോംബ്, അതിന് നിതാന്തമായി ഇസ്രയേൽ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ വൈറസ്, ദാണ്ടെ കൊറോണ, ബയോ വെപ്പൺ വൈറസ്. ഇതൊന്ന് തുറന്നു വിട്ടാൽ പ്ലെയിൻ വേണ്ട, ട്രെയിൻ വേണ്ട, മിലിറ്ററി അറ്റാക്ക് വേണ്ട, ഒന്നും വേണ്ട. അന്തരീക്ഷത്തിൽ കൂടി ഇത് സ്പ്രെഡ് ചെയ്താൽ എല്ലാ രാജ്യങ്ങളെയും തകർക്കാം. 2018 ഇത് ജപ്പാനിലെ ഒരു ശാസ്ത്രജ്ഞൻ ചൈനയോട് അക്കമിട്ട് പറഞ്ഞു, ഇതൊരു മരണക്കളിയാണ്. ഇത് എവിടുന്നെങ്കിലും തുറന്നു പോയാൽ ലോകത്തിൽ ഇത് പിടിച്ചാൽ കിട്ടത്തില്ല. ഇന്നൊരു നിർണായകമായ വാർത്ത പുറത്തു വരുന്നു. ചൈനയിലെ വുഹാൻ ലാബിൽ ജോലി ചെയ്ത ഒറ്റ ഒരെണ്ണത്തിന്റെ മൊബൈൽ ചലിക്കുന്നില്ല. അവർ ജീവനോടുണ്ടെന്ന് പോലും അറിയുന്നില്ല. ഇപ്പോൾ ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിൻ പറയുന്നത്, വുഹാൻ ലാബിലെ ഒരു പെൺകുട്ടി എവിടോ മാർക്കറ്റിൽ പോയപ്പോൾ അവളുടെ ശരീരത്തിൽ പറ്റി പിടിച്ച വൈറസ് തട്ടുമുട്ടുകൾ പറയുമ്പോൾ ഈ ദിവസങ്ങളിലെ മലയാള മനോരമ, ഈ ദിവസങ്ങളിലെ മനോരമ ചോദിച്ചാൽ മതി, ഇന്ത്യ പറയുന്നു ചൈന ഇതിന് മറുപടി പറയണം വൈറസിന്. ലോക രാഷ്ട്രങ്ങൾ മുഴുവൻ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ ബൈബിളിനകത്ത് ഈ കാലത്തെ പറ്റി ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ടോ? ഇന്നത്തെ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി ഈ വൈറസ് ആഞ്ഞടിച്ചാൽ മനുഷ്യന്റെ അവസ്ഥയെ പറ്റി സെഫന്യാവിന്റെ പ്രവചനം, സെക്കരിയാവിന്റെ പ്രവചനം 8-ാം അധ്യായം 10-ാമത്തെ വാക്യം, സെക്കരിയാവ് 8:10. ഇന്നത്തെ ലോകം 8:10, സെക്കരിയാവ് 8:10. കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല. കണ്ടോ, ശമ്പളം ചെയ്ത ഒറ്റയിടത്തും കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല. കഷ്ടം. മൃഗങ്ങളുടെ ഏതെങ്കിലും പാല് വിറ്റ്, നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ വചനം കേൾക്കുന്നത്? പാലക്കാടൊക്കെ ടൺ കണക്കിന് പാലാ ഒഴുക്കി കളഞ്ഞ്. അഥവാ പാല് വിറ്റ് പോലും മൃഗത്തിന് പോലും കിട്ടാത്ത കൂലി. തീർന്നില്ല, അടുത്തത് പോക്കുവരത്ത് ചെയ്യുന്നവന് വൈരി നിമിത്ത സമാധാനവുമില്ല. കണ്ടോ, എല്ലാ സർക്കാർ ഓഫീസുകളും രജിസ്ട്രാർ ഓഫീസുകളും എല്ലാം അടഞ്ഞു കിടക്കുന്നു. അടുത്ത വായിക്ക് ഭാഷ, ഇതൊക്കെ പ്രവചനം. അടുത്തത് സകല മനുഷ്യരെയും തമ്മിൽ വിരോധമാണ്. അമേരിക്കൻ ചൈനക്കെതിരെ, കണ്ടില്ലേ? റഷ്യക്കാരൻ ചൈനക്കെതിരെ, ഇന്ത്യക്കാരൻ ചൈനക്കെതിരെ, ഇസ്രയേലുകാരൻ ചൈനക്കെതിരെ. ലോക രാഷ്ട്രങ്ങൾ ഈ വൈറസിന്റെ പിടിയിൽ നിന്ന് 2 ചേരിയിലേക്ക് മാറി വരും. കണ്ടോ, കണ്ടില്ലേ? ആറ്റം വേണ്ട, ന്യൂക്ലിയർ വേണ്ട. ഇന്ന് സയൻസ് 240 പ്രാവശ്യം മനുഷ്യനെ പൊട്ടിക്കുവാനുള്ള ആറ്റമായുധം ലോകത്തിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഒന്നും വേണ്ട. ലാബിന്ന് ഒന്ന് തുറന്നപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തിമാനായ അമേരിക്ക 90,000 പേർ ഗുഡ് ബൈ പറഞ്ഞു. മരണം, കൊറോണ. ബൈബിൾ എഴുതിയിട്ടില്ല, ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമത്രേ. എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ കേരളത്തിൽ തന്നെ അമേരിക്കക്കാർക്ക് എത്ര പ്രോപ്പർട്ടി, എന്തെല്ലാം ബിസിനസ്, എത്ര പേർ മരിച്ചു. സങ്കീർത്തനം, ഒരുവൻ ധനവാനായി തീർന്നാൽ അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാൽ അവൻ മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകുന്നില്ലെങ്കിൽ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? കൊറോണ എവിടെയും കയറി വരാ. കൊട്ടാരമായാലും മൃത്യു കടക്കും, കോട്ടയ്ക്കകത്ത് മരണം കടക്കും, കുടിലിനകത്ത് മരണം വരും. എന്നാൽ മരണം നിന്നെ പിടിക്കുന്നതിന് മുമ്പ് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിന് നീ രക്ഷിതാവായി സ്വീകരിച്ച ഇന്ന് നീ മരിച്ചാൽ നിനക്കൊരു നിത്യ വീടുണ്ട്. ആ വീട്ടിലേക്കായിരിക്കണം നിന്റെ നിത്യയാത്ര. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, യുഗം അതിന്റെ പരിസമാപ്തിയിലേക്ക് ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ബൈബിളിനകത്ത് മഹാവ്യാധി വന്ന് മനുഷ്യൻ മരിക്കുമെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രവചനങ്ങൾ നിങ്ങളുടെ മുൻപിൽ കണ്ടു. ക്വാറന്റൈൻ, അങ്ങനെ ഒരു വാക്ക് എവിടെ കേൾക്കും? 1945 ശേഷം ആറ്റമിക് വെപ്പൺ പൊട്ടിയപ്പോൾ പല മനുഷ്യരോടും വീട്ടിൽ നിന്ന് ആറ്റമിന്റെ ഈ വെപ്പൺസിന്റെ ഈ പുക ശ്വസിക്കാതിരിക്കാൻ കൊടുത്തൊരു വാക്ക ക്വാറന്റൈൻ. 45 അതിന് മലയാളം ഏകാന്തവാസമാണ്. ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ 269 പേരാ ഇസ്രയേലിൽ മരിച്ചത്. ഇനി നിങ്ങൾ കേൾക്കണം എന്തുകൊണ്ട് സജീവ് ചാത്തന്നൂർ ഇത് പറയുന്നു. ടെല്ലവീവും ജെറുസലേം അവിടെ നിന്നുള്ള പലവരും എന്നോട് സംസാരിച്ച ഒരു കാര്യമുണ്ട്. പാസ്റ്ററേ, ഇവിടെ ഞങ്ങളുടെ പരീക്ഷണശാലകൾ സുസജ്ജമാണ്, പക്ഷേ ഈ വൈറസിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. അവർ പറഞ്ഞൊരു കാര്യം മീഡിയയുടെ മുമ്പ് ഞാൻ പറയുക. അവരവസാനം ചെയ്തത് 269 ഡെഡ് ബോഡിയിൽ 3 പേരെ കുഴിച്ചെടുത്തു. പുറത്ത് പറയണ്ട, കുടിച്ചെടുത്തിട്ട് മരിച്ചവന്റെ അകത്തുനിന്ന് ഈ വൈറസിനെ പുറത്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ മരണമില്ല. അവർ മെഡിസിൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. അറബ് രാജ്യം ഒമാൻ കഴിഞ്ഞ ദിവസം ഇസ്രയേലിനോട് പറഞ്ഞു, യു വിൽ പ്രിപ്പയർ ഇൻ ഇസ്രയേൽ എനി വാക്സിൻ
ഫസ്റ്റ് ഓഫ് ഓൾ വി വിൽ ഗീവ്, ഞങ്ങൾക്ക് തരാൻ വേണ്ടി സ്വോത്രം. സൗദി അറേബ്യ കത്ത് കൊടുത്തിരിക്കുന്നു. അതിന് നിതാന്തമായി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി കഴിഞ്ഞ ദിവസം പത്രം വായിച്ചത് മൈക്കൽ പോംബെ ഇസ്രായേലിലെത്തി ലാബ് കാണാൻ. മനുഷ്യന്റെ ശരീരത്ത് മരിച്ചവന്റെ അകത്ത് നിന്ന് വൈറസിനെ അവർ പുറത്തെടുക്കുക. ഇതിന് പകരമായിട്ട് ഒരു കൾച്ചർ വഴി ഇതിനെ കൊല്ലാൻ പറ്റുമെന്ന് ഒരു മെഡിസിനുമില്ല. അങ്ങനെയെങ്കിൽ ജനത്തെ ക്വാറന്റൈനിൽ വിടുമോ? വിടും കുഞ്ഞുങ്ങളെ. ബൈബിളിനകത്ത് ഇതെല്ലാം എഴുതിയിട്ടുണ്ട്. അന്ത്യകാലത്ത് മനുഷ്യന്റെ മേലൊരു ക്വാറന്റൈൻ. യെശയ്യാ പ്രവചനം 26:19-20, യെശയ്യാ പ്രവചനം 26:19-20. യഹൂദനോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ വരെ ലോക്ക്ഡൌൺ. യെശയ്യാ 26:19-20. ബഹുമാനപ്പെട്ട പാസ് വായിക്കുന്ന എല്ലാം കേൾക്കുക, വായിക്കാം. നിന്റെ മൃതന്മാർ ജീവിക്കും, നിന്റെ മൃതന്മാർ ജീവിക്കും. അടുത്തത് ശവങ്ങൾ എഴുന്നേൽക്കും. ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവരെ ഉണർന്നു ഘോഷിപ്പി. കർത്താവിന്റെ വരവിന് മുമ്പായി നടക്കുന്ന സംഭവങ്ങളുടെ നിതാന്തമായി സഭയോടുള്ള ബന്ധത്തിൽ റാപ്ചറിന്റെ ചില കാര്യങ്ങൾ പറയുന്നു. എന്നാൽ റാപ്ചറിന് മുമ്പ് 20-ാമത്തെ വാക്യം അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. 20-ാമത്തെ വാക്യം ദൈവദാസൻ വായിച്ചിട്ട്, എന്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന്, വന്ന് നിന്റെ ഭവനത്തിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക. ഷട്ട് ഡൗൺ എവരിവൺ, കമ്പനി, ഹൗസ്, ബാങ്ക് എല്ലാം ഷട്ട് ഡൗൺ. വാതിലുകളെ അടയ്ക്ക. അടുത്തത് ക്രോധം കടന്നു പോകോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കും. അതാ ഇന്നത്തെ ലോക്ക്ഡൌൺ. ഇത് മാറും, നിങ്ങൾ ആരും വിഷമിക്കണ്ട. പലപ്പം ദൈവസഭക്കാർ കേൾക്കും ഇതോടുകൂടി തീരുന്നില്ല. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു ദൂത് ഇവിടെ പറയാം. ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ ഇരിപ്പുണ്ട്. കൊറോണ ഇവിടെ അവസാനിക്കും. കൊറോണ അവസാനിച്ചാൽ ആഗോള വ്യാപകമായ ഒരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാൻ പോവുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ജനത്തിന്റെ ഒരു മടങ്ങി വരവിന് വേണ്ടി നിനവയ്ക്കകത്തൊരു ന്യായവിധി വരുമെന്ന് നിനവയ്ക്ക് പ്രഖ്യാപനം കിട്ടിയപ്പോൾ പ്രവാചകൻ ആദ്യം വഴിതെറ്റിയെങ്കിൽ സ്വർഗത്തിലെ ദൈവം രണ്ടാമത് മടക്കി കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ 3 ദിനങ്ങൾ ദൈവജനം നിലവിളിച്ചപ്പോൾ നിനവയ്ക്ക് വരാമെന്ന് പറഞ്ഞ ബാധകൾ മാറ്റിയിട്ട് ദൈവജനത്തിന്റെ ഇടിവിന്റെ നിറവിൽ പ്രവർത്തിച്ച ഒരു ദൈവകരമുണ്ടെങ്കിൽ അനേക ഭക്തന്മാർ ലോകരാജ്യത്ത് നിന്ന് കൊറോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവസരവും കൂടി ഈ ലോകത്തിന് കൊടുക്കുക. അന്ത്യകാലത്തിന്റെ ഒരു ഉണർവ് 6 വൻകരകളിൽ പൊട്ടിപ്പുറപ്പെടുമ്പോൾ മത്തായി പറഞ്ഞ സുവിശേഷത്തിന്റെ നിവൃത്തി ഇവിടെ നടക്കും. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. അപ്പോൾ എന്റെ നാഥന്റെ മടങ്ങി വരവ്. ഇത് കണ്ടിട്ട് അനേകം പേർ മാനസാന്തരപ്പെടാൻ സാധ്യതയുണ്ട്. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രഭാഷ, ഏത് ലൈവിൽ കേൾക്കുന്ന കുഞ്ഞുങ്ങള്, ഒരു കാര്യം നിങ്ങളോട് പറയാം. ഈ കൊറോണ കടന്നിട്ട് നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതൊരവസാനമല്ല. എന്റെ ജനമേ ക്രോധം കടന്നു പോകുവോളോ അല്പനേരം വൈറസിന്റെ അറ്റാക്കിനകത്ത് നിന്റെ അറകളിൽ നീ രാപാർക്ക്. നിന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാനും ദൈവത്തിന് കഴിയും. ഇതൊരു അന്ത്യകാലത്തിന്റെ നാന്ദിയെങ്കിൽ കൊറോണ കൊണ്ട് അവസാനിക്കത്തില്ല. ഒരു സ്ഥലത്ത് ഈറ്റ് നോവിന്റെ ആരംഭിക്കുമ്പോൾ മറു സൈഡിൽ ആഗോള വ്യാപകമായി രാജ്യത്തിന്റെ സുവിശേഷത്തിന്റെ ഉണർവ് ഇവിടെ ആരംഭിക്കുവാൻ കാലമായി. സമയത്തിലും അസമയത്തിലും നാഥന്റെ വരവ് വെളിപ്പെടുമെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പ്രവചനത്തിന്റെ നിവർത്തി, യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും മഹാവ്യാധി കാട്ടുമൃഗങ്ങൾ കണ്ടുകൊണ്ട് കണ്ട തലമുറയോട് ഒരിക്കൽ കൂടി ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാറ്റിന്റെയും അവസാനം വന്നിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവർ നിർമ്മതരുമായിരിപ്പേ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പ്രാർത്ഥന വരട്ടെ. ദൈവകുഞ്ഞുങ്ങളുടെ നടുവിൽ പ്രാർത്ഥന വരട്ടെ. നമ്മുടെ സഭകളിലേക്ക് പ്രാർത്ഥന വരട്ടെ. നമ്മുടെ ചെറിയ കൂട്ടായ്മകളിലേക്ക് പ്രാർത്ഥന വരട്ടെ. ഒരു ഉണർവിന്റെ കാറ്റടിക്കട്ടെ. തീർന്നില്ല. ഈ കൊറോണയെ പറ്റി പണ്ട് മനുഷ്യൻ പറയും, ദൈവദാസന്മാർ പറഞ്ഞ് പേടിപ്പിക്കുക. ഡെഡ് ബോഡിയുടെ അവസ്ഥ കണ്ടില്ലയോ? അമേരിക്ക എവിടൊക്കെ ഡെഡ് ബോഡികൾ കിടന്നു. ട്രെയിലറിനകത്ത്, താഴ്വരയ്ക്കകത്ത്, ഡെട്രോയിറ്റ്. തീർന്നില്ല. ഫിലാഡൽഫിയ, ഹൂസ്റ്റൺ, ബോസ്റ്റൺ, എത്ര ശവക്കോട്ട കിടന്നു. സ്വോത്രം. ആദ്യമകാലത്ത് ഞങ്ങളൊക്കെ ദൈവസഭയിൽ ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ പലരും ചോദിച്ചൊരു പ്രഭാഷകമെങ്കിലും, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ അടക്കുമെന്ന്. സ്വോത്രം. പല ആച്ചായന്മാരും ശവശരീരം മക്കളും തുടക്കത്തില്ല, കൊച്ചുമക്കളും തൊടിയാൽ. അടുത്തത് അടക്കം ചെയ്യുന്നവർ. അത് ഹാമോൻ ഗോഗ് താഴ്വര. എവിടെ കൊണ്ടുപോയി അടക്കമെന്നറിയാവോ? സെമിത്തേരി കയറ്റത്തില്ല, മോർച്ചറി കയറ്റത്തില്ല, പോളിത്തീൻ ബാഗ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശോശപ്പ ഇടത്തില്ല, കുന്തിരിക്കം വെക്കത്തില്ല, RIP മാർബിൾ അടിക്കത്തില്ല, കല്ലറയുടെ പുറകെ ഫോട്ടോ വെക്കത്തില്ല, വർഷാവർഷം പ്രാർത്ഥന നടക്കത്തില്ല, കുരിശ് കുമ്പിടത്തില്ല, ഒന്നും നടക്കത്തില്ല. അച്ചായന്റെ ഡെഡ് ബോഡി ഏതെങ്കിലും താഴ്വര അമേരിക്കയിൽ കണ്ടില്ലേ? ഡാലസിന് സമീപം ഡെട്രോയിറ്റില് താഴ്വരെ കൊണ്ട് ട്രെയിലറിനകത്ത് ശവമിട്ട് വാരിയിട്ട് അതിനകത്ത് മണ്ണ് മൂടിയിടുന്ന കാഴ്ച കണ്ട തലമുറയോട് ദൈവദാസനാകുന്ന ഞാൻ പറയും,
പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. മറ്റൊരുത്തനിലും, അപ്പോസ്തല പ്രവൃത്തി 4:12, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിന്റെ നാമം. ജീസസിലെ മീഡിയയിൽ കൂടി ഞങ്ങളെ കാണുന്ന സഹോദര സഹോദരി, പുണ്യ സ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. ആദ്യം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ നെഞ്ചത്ത് കൈവച്ച് പറ. നിന്റെ വീട്ടിനകത്തോ റോഡിനകത്തോ ബസ്സിനകത്തോ മൊബൈലിലോ ടെലിവിഷൻ കാണുന്നത് നെഞ്ചത്ത് കൈവച്ച് പറ, യേശു എന്റെ ഏക ദൈവം, യേശു എന്റെ ഏക രക്ഷിതാവ്, യേശു എന്റെ ഏക കർത്താവ്. നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കുവാൻ എന്റെ നാഥന്റെ വരവിൽ നീ കൈവിടപ്പെട്ടു പോകയില്ല. എത്ര പേർ വചനം മനസ്സിലാകുന്നു? ക്ഷാമം, ഭൂകമ്പം, മഹാവ്യാധി, ഇത് ഇറ്റുനോവിന്റെ ആരംഭം. ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിന്റെ വരവിൽ പോകണോ? എന്തുകൊണ്ട് ദൈവദാസനാകുന്ന ഞാൻ ഇങ്ങനെ അക്കമിട്ട് പറയുന്നതെന്നറിയാമോ? ഇതിൻ്റെ നിതാന്തമായി ചില സംഭവങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നു. ഈ വൈറസ് എവിടെ നിന്ന് വന്നെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കാലത്തിലേക്ക് വന്നെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്തകൾ നിങ്ങളോട് സൂചിപ്പിക്കുന്നു. ഒരിക്കൽ കൂടി പാസ്റ്റർ വാക്യം വായിക്കുമ്പോൾ കാര്യം വായിച്ച് നമുക്കൊരു വീടൊരുങ്ങിയത് കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ കൊറോണയുടെ പിൻപിൽ ലോകം 2 ചേരിയിലേക്ക് നീങ്ങാൻ പോകുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, വചനത്തിലേക്ക് ഒരിക്കൽ കൂടി കടന്നു വരിക. ഈ ദിവസങ്ങളിൽ 9 കാര്യങ്ങൾ ഒരു വാറിനോടുള്ള ബന്ധത്തിൽ ഇവിടെ നടന്നു. 1, അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു ചൈന ഇതിന്റെ ഉറവിടത്തെ വെളിപ്പെടുത്തണം. 2, വൈറോളജി ലാബ് തുറന്നു കാണിക്കണം. 3, മൈക്കൽ പോംപെ പറഞ്ഞു ഇതിന് ചൈന വില കൊടുക്കേണ്ടി വരും. 4, ഓസ്ട്രേലിയയുടെ പ്രധാനമന്ത്രി പറഞ്ഞു ചൈന കണക്ക് പറയും. 5, ബ്രിട്ടനിലെ ബോറിസ് ജോൺസൺ പറഞ്ഞു നിങ്ങൾ ഇതിന് വില കൊടുക്കണം. 6, UN ജനറൽ സെക്രട്ടറി അന്തോണിസ് ഗുട്ടറാസ് പറഞ്ഞു കോവിഡിന്റെ അവസാനം ഒരു കലാപവും യുദ്ധവും. ബൈബിൾ തീർന്നില്ല. അതിന് നിതാന്തമായി ഇസ്രയേലിന്റെ സ്ഥാനപതി, ഇപ്പോൾ ചൈനയുടെ സ്ഥാനപതി മരിച്ചെങ്കിൽ ഇന്ന് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനോട് പറഞ്ഞിരിക്കുന്ന ഞങ്ങളെ അടുത്ത നേതാക്കൾ ഇതിന്റെ ഉറവിടം ഞങ്ങൾക്ക് കണ്ടേ പറ്റത്തുള്ളൂ. തീർന്നില്ല. ബൈബിളിന്റെ പ്രവചനം എത്ര ക്ലിയർ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്കും. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. 2 കാര്യം ഒരിക്കൽ കൂടി അക്കമിട്ട് പറയുന്നു. നിങ്ങൾ ഈ വചനവും ബൈബിളും പ്രവചനവും മനസ്സിലാക്കണം. എന്താ പ്രവചനം? ശ്രദ്ധയോടെ ഇരിക്കണം. ഇവിടെ അമേരിക്കയിൽ ഇത്രയും കോവിഡ് ആഞ്ഞടിച്ചു. അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് എന്തോ ഇതെന്നറിയാമോ? ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു മലേറിയയ്ക്ക് ഒരു പ്രതിവിധിയുണ്ട്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ. അത് ഏറ്റവും കൂടുതൽ ഗുജറാത്തിലാണ് പോകുന്ന ആർക്കും മലേറിയ വരും. അതുകൊണ്ട് അവിടുത്തെ മരുന്ന് കമ്പനികൾക്ക് ഇത് കൊടുത്തു. അമേരിക്കയുടെ വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിൽ ഇറങ്ങി 9 മെട്രിക് ടൺ കൊണ്ടുപോയി. The connection with America, India. The second one, Air Israel, come to Ahmedabad. 1 metric ton they will hand over. ആദ്യം ആർക്കാ കൊടുത്ത? ഗൾഫുകാരന് കൊടുത്തില്ല, ദുബായ്ക്കാരന് കൊടുത്തില്ല, അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ത്യയും ഇസ്രയേലും അമേരിക്കയും ഒരുമിക്കുന്നു. കണ്ടോ? കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞില്ലേ, മോഡി സാറേ വെന്റിലേറ്റർ ഞങ്ങൾ തരാം. ഇന്നത്തെ പത്രവാർത്ത കണ്ടില്ലേ? ചൈനയോട് പറഞ്ഞു ഉറവിടം കാണിക്കണം. പോംപെ വന്നു, ഇസ്രയേലിൽ സർക്കാർ ദാ കിടക്കുന്നു. ചൈനീസ് സ്ഥാനപതിയെ കശാപ്പും ചെയ്തെങ്കിൽ ഇതൊരു ലേബർ പെയിൻ, ഈറ്റ് നോവിന്റെ. വായിക്കാൻ ചേച്ചി പാസ്റ്ററെ മത്തായി സുവിശേഷം 24:7 വായിക്കാം. മത്തായി 24. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ക്ഷാമവും ഭൂകമ്പവും അവിടെ ഇവിടെ ഉണ്ടാകും. അടുത്തത് എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നല്ലോ, ഇത് കൂടാൻ പോകുന്നതേ ഉള്ളൂ, കുറയത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്കൊരു പ്രത്യാശ ഉണ്ടോ? നമുക്കൊരു വീടുണ്ടോ? കൊറോണയുടെ തുടക്കം ഞാൻ ഈ പ്രഭാഷണം തുടങ്ങിയ പറഞ്ഞു. 1, യഹൂദന്റെ മടങ്ങി വരവും ആലയവും. 2, യേശു പറഞ്ഞു അത്തി തളിർത്തു കൊമ്പിളതായി വേനലെടുത്തു. എൻ്റെ പ്രഭാഷണം ജീസസ് ഈസ് അലൈവിന്റെ വെബ്സൈറ്റ് ശ്രദ്ധിക്കുന്ന നല്ല പഠിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുക, നിങ്ങൾ പഠിച്ചാൽ നല്ല ജോലികൾ ഇസ്രയേലിലേക്ക്. എന്താ? വിൻഡോസ് അവർ ഇസ്രയേലിലേക്ക് ട്രാൻസ്ഫർ, മൊട്രോള ഇസ്രയേലിലേക്ക് ട്രാൻസ്ഫർ. തീർന്നില്ല. ഷെൽ ഓയിൽ കമ്പനി അവരുടെ ഓപ്പറേഷൻസ് മുഴുവൻ ഇസ്രയേലിൽ. തീർന്നില്ല. IBM അതിന്റെ ഹെഡ് ഓഫീസ് ഇസ്രയേലിൽ. തീർന്നില്ല. അതിന് നിതാന്തമായി അടുത്ത കാര്യം കൂടെ പറഞ്ഞു തരാം. ഇന്നത്തെ അമേരിക്കയിലെ അനവധി ഈ മരുന്നുണ്ടാക്കുന്ന ഡ്രഗ്സ് അവരുണ്ടാക്കുന്ന കമ്പനികൾ ഇസ്രയേലിലേക്ക്. പ്ലെയിൻ്റെ സ്പെയർ പാർട്ടുള്ള യഹൂദൻ കമ്പനി പറയുന്നത് ഇനി അമേരിക്ക നിൽക്കുന്നില്ല, ഞങ്ങൾ ഇസ്രയേലിലെങ്കിൽ. ഒരു പ്രവചനം അടുത്ത ദിവസങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ
സെക്കര്യാ പ്രവചനം 12:3. അന്നാളിൽ ജെറുസലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമുള്ള ഒരു കല്ലാക്കി വെക്കും. ഒരു യുദ്ധം ഇസ്രയേലിന്റെ വിഷയത്തിൽ യഹൂദനുമായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒറ്റ രാജ്യത്തിന് അവൻ സ്പെയർ പാർട്ട് കൊടുക്കത്തില്ല, കമ്പ്യൂട്ടർ ആക്ടിവിറ്റീസ് കൊടുക്കത്തില്ല, മെഡിക്കൽ എയ്ഡ് കൊടുക്കത്തില്ല. അമേരിക്കയിൽ നിന്ന് 60,000 യഹൂദന്മാർ ഈ കോവിഡിന്റെ പരിസമാപ്തിയിൽ ഇസ്രയേൽ കുടിയേറ്റ വകുപ്പിൽ കത്ത് കൊടുത്തെങ്കിൽ ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, പൗലോസ് ലീഗയോട് ചേർന്ന് റോമാലേഖനം, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുക. നാഴിക വന്നിരിക്കുന്നുണ്ട്, സമയത്തെ അറിയുക. ദൈവജനമേ, ദൈവസഭയെ എൽഷദായ് മിനിസ്ട്രീസ്, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കൽ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഈ അന്ത്യകാല സന്ദേശം കേട്ട് കർത്താവിങ്കലേക്ക് മടങ്ങി വരിക. കാഹളം ധ്വനിക്ക, മരിച്ചവർ ഉയർക്കാൻ കാലമായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഒരൊറ്റ സയൻസ് കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. കയ്യിൽ കൊറോണയെ ഡിറ്റക്ട് ചെയ്യാൻ ഒരു ചിപ്പ് വരുന്നത് അടുത്ത ഭാഗത്തിൽ കടക്കുമ്പോൾ നമുക്കൊരു വീടുണ്ട്. ആ വീട്, ആ സയൻസ് പറയുന്ന കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. പാസ്റ്റർ വായിക്കും യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1, 2, 3 തിരുവെഴുത്തുകൾ വായിക്കാം. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഈ പ്രഭാഷണം കേൾക്കുന്ന ആര് ഈ കൊറോണയും COVID-19 ഫസ്റ്റ് സെക്കൻഡ് അറ്റാക്കിങ് അനിമൽ കിങ്ഡം കേട്ടിട്ട് ദൈവങ്ങളുടെ ഹൃദയം ഒന്നും കലങ്ങി പോകരുത്. നമുക്കൊരു വീട്. അടുത്തത് ദൈവത്തിൽ വിശ്വസിപ്പീൻ. നമ്മുടെ വചനത്തിൽ അങ്ങ് ഉറക്കി മക്കളെ. അടുത്തത് എന്നിലും വിശ്വസിപ്പീൻ. എന്നിലും വിശ്വസിപ്പീൻ. യേശു പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ, അപ്പച്ചന്റെ വീട്ടിലെ അനേകം വാസസ്ഥലങ്ങളുണ്ട്. അനേക വാസസ്ഥലമുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഇല്ലെങ്കിൽ കർത്താവ് പറയത്തില്ലായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. യേശു ക്രിക്കറ്റ് കളി കാണാനൊന്നും അല്ല പോയത്. നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ നമ്മുടെ കാന്തം പോയിരിക്കുക. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് വീട് ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളൂ. പോയിട്ട് മടങ്ങി വരാമെന്ന് പറഞ്ഞ ഏക ദൈവം എൻ്റെ യേശു മാത്രമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രക്ഷേപണങ്ങളിൽ വ്യക്തമായി പറയുന്നത്, ആരാധനയ്ക്ക് യോഗ്യൻ യേശു, ശ്രുതിക്ക് യോഗ്യൻ യേശു, പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു. ഉലകത്തിലെ മഹാന്മാരെല്ലാം കല്ലറയ്ക്കകത്ത്, കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തിന്റെ നേതാവ് മാർക്സും ഏംഗൽസും ലെനിനുമെല്ലാം റഷ്യയിലെ കല്ലറയിൽ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ബാപ്പുജിയും ഇന്ദിരാജിയും രാജീവ് ഗാന്ധിയും എല്ലാം രാജ്ഘട്ടിനകത്ത് ഉറങ്ങുകയാണ്. സകലരുടെയും കല്ലറ മൂടിക്കിടക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ ഉണർവോടെ പറയാം, പലസ്തീനിലെ പടിഞ്ഞാറെ ചരിവിൽ അരിമത്തക്കാരനായ യോസഫിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. അവിടെ 26 ഭാഷകൾ എഴുതി വെച്ചിരിക്കും. ഹീസ് നോ മോർ ഹിയർ. അവൻ മരിച്ചവരിൽ ആദ്യ ബലക്കറ്റായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ അവനെ കാത്തിരിക്കുന്ന തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ അവൻ വെളിപ്പെടും. തീർന്നില്ല, ഇതൊരു സയൻസ് ആണ്. ശ്രദ്ധയോടെ ഇരിക്കണം. പ്രക്ഷേപണത്തിൽ ലാഡ്സ് മുഴുവൻ നോട്ട്സും കൊടുക്കും. സോളാർ പ്ലാനറ്റിൽ 6,000 കോടി വാസയോഗ്യ ഗ്രഹങ്ങൾ, 6,000 crores കമ്പാർട്ട്മെന്റ് ഇൻ മിൽക്കി വേ ഗാലക്സി. തീർന്നില്ല, ജീവിക്കുവാൻ വേറെ 3 ഭൂമി. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജോഗ്രഫി, 9 ഗ്രഹങ്ങൾ മധ്യാകാശത്തിൽ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, വെള്ളി, ശനി, ഞായർ. ഇതല്ല ഗ്രഹം. നമ്മൾ പള്ളിക്കൂടത്തിൽ പോകത്തില്ല, മാവിന്റെ ചൂട്ടി ഇരുന്നുണ്ടത് അറിയാത്തത് കണ്ടില്ലേ? ഗ്രഹം 9: ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ. 9ാമത്തെ ഗ്രഹം ഇല്ല. 2008 പോയി, പ്ലൂട്ടോ ഇല്ല. ഏത് ജോഗ്രഫി ടീച്ചറോട് ചോദിച്ചാലും ദൈവദാസൻ ഞാൻ പറഞ്ഞെന്ന് പറ, 9 ഇല്ല. അതിനുവേണ്ടി അമേരിക്ക ഒരു ഉപഗ്രഹത്തെ വിട്ടു. അവന്റെ പേരാ പാർക്കർ. നാസ. $150 കോടി. അങ്ങനെയൊക്കെ കണ്ടില്ലേ? ഇവിടെ തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് വരുന്നു. 5 ഏക്കറുണ്ട്. എന്തോ ചെയ്യും? അവിടേക്ക് മാവും മരം എല്ലാം വെട്ടും. 2004 മുതൽ പ്ലൂട്ടോയെ നോക്കി അടക്കുക. ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ മാവും മരവും വെട്ടിയുള്ള സ്വർഗത്തിലെ ദൈവം 9ാമത്തെ ഗ്രഹത്തെ പ്ലൂട്ടോയെ അങ്ങ് വെട്ടി. അവിടെ 6,000 കോടി കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കി. 6,000 കോടി. 6,000 crores compartment situated in Milky Way galaxy. Take it the already provided with ISRO വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ഇസ്രോ അവന്മാർ തന്നതാ. അതാ നടക്കുന്ന 6,000 വീട്, 5 കമ്പാർട്ട്മെന്റ്. നമ്പർ 1 മരിച്ചവരിൽ ആദ്യ ബലക്കറ്റ ക്രിസ്തു. നമ്പർ 2 സഭയാകുന്ന മണവാട്ടി. 3 പീഡാകാല രക്തസാക്ഷി. 4 മരണം കാണാതെ 2 പേരും ഇവിടുന്ന് പോയി. അമ്മാർ ഇവിടെ വീണ്ടും വരും. ഹാനോക്ക്, ഏലിയാവ്. 5 പഴയ നിയമ വിശുദ്ധന്മാർ, ഹാബേൽ മുതൽ ക്രൂശിലെ കള്ളൻ. 5 തട്ടായി 6,000 കോടി വീട് ഒരുങ്ങിക്കഴിഞ്ഞു. ഈ വെബ്സൈറ്റിൽ കൂടി ജീസസ് ഈസ് അലൈവിന്റെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്ന സഹോദര സഹോദരി, മകനെ, മകളെ, അമ്മേ, വീടൊരുങ്ങി. നീ ഒരുങ്ങിയിട്ടുണ്ടോ? ചൂളമടി തുടങ്ങി. സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി. ഈ സത്യവചനം ബൈബിളും സയൻസും കേട്ടിട്ടെങ്കിലും ഒന്ന് മടങ്ങി വാ.
ഞാൻ ഈ വചനം കേൾക്കുന്നവരോട് പറയുന്നു, വണ്ടി മാറി കയറുക. ഒരു യോഗം കഴിഞ്ഞാൽ എനിക്ക് തിരുവനന്തപുരത്ത് മറ്റൊരു സ്ഥലത്ത് പോകണമെങ്കിൽ വരുന്ന വണ്ടിയിൽ വലിയ തിരക്ക്. ആ സമയത്ത് തമിഴ്നാട് വണ്ടി വന്നിട്ടുണ്ട്. സ്തോത്രം. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് എൻ്റെ ഭവനത്തിലേക്ക് വന്ന വണ്ടി കയറിയാൽ ഇച്ചിരി തിരക്കായാലും എൻ്റെ വീട്ടിലെത്താം. സ്തോത്രം. തമിഴ്നാട് വണ്ടി നല്ല AC വണ്ടിയാണ്. കയറിയിരുന്നാൽ മാർത്താണ്ഡോ കന്യാകുമാരിയിലോ ആയിപ്പോ. സ്തോത്രം. അതുകൊണ്ട് നിത്യതയിൽ എത്തിക്കുന്ന വണ്ടിയിൽ നീ മാറിക്കയറിക്കോണം. സ്തോത്രം. ഈ സത്യവചനം ചില കണ്ണുകളെ തുറപ്പിക്കട്ടെ കുഞ്ഞെ. ചില കണ്ണുകളെ ഇരുട്ടാക്കി വെച്ചിരിക്കുന്ന അന്ധകാരങ്ങൾ മാറ്റി വചനത്തിലേക്ക് ഇറങ്ങി വരട്ടെ. ചിലപ്പം നിന്റെ ഭവനത്തിലേക്ക് പോകുന്ന വണ്ടിയിൽ ഇച്ചിരി തെള്ളു കാണും, ഇച്ചിരി ഉന്ത് കാണും, ചിലപ്പം ചില പരാധീനതകൾ കണ്ടേക്കും. എന്നാൽ നീ വചനത്തെ മുറുകെ പിടിച്ചാൽ അതിനകത്ത് നിൽക്കുന്നവരെയല്ല വിളിച്ച ദൈവം നിന്നെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കും. വിശ്വസിക്കുന്നവർക്കായി, ദൂതേറ്റെടുക്കുന്നവർക്കായി. കൈവിടപ്പെട്ടു പോകരുത് മക്കളെ. ഇതാ കുഞ്ഞാടിന്റെ കല്യാണവും വന്ന് തൻ്റെ കാന്തയും തന്നെത്താൻ 5 കമ്പാർട്ട്മെന്റ്. ഇത് യഹൂദന്റെ കല്യാണമാ. എന്താ യഹൂദന്റെ കല്യാണം? വേഗത്തിൽ ഞാൻ പറഞ്ഞു തീർത്താ. യഹൂദന്റെ കല്യാണം എന്താ? യഹൂദന്റെ കുടുംബത്തിൽ ഒരു ചെറുപ്പക്കാരൻ പ്രായമാകും. ഒന്ന്, അവൻ ശബത്തിനകത്ത് ഉച്ചയ്ക്ക് ശേഷം റബ്ബിയേയും കൂട്ടി മറ്റൊരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ ആദ്യം കൊടുക്കും എന്താ? വരുന്ന വീട്ടുകാർക്ക് മുഴുവൻ ചായയോ കോഫിയോ കൊടുക്കും. പക്ഷെ ആ പെൺകുട്ടി ആ ചെറുക്കനെ താലത്തിൽ ഒരു വീഞ്ഞ് കൊണ്ട് കൊടുക്കും. ഇവൻ ഈ വീഞ്ഞ് തൊട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിന്നെ എനിക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ സെക്കൻഡ് വീക്ക് ശബത്തിൽ അടുത്ത സ്ഥലത്ത് പോകാം. വിവാഹത്തിന് സമ്മതമില്ല. സെക്കൻഡ് വീക്ക് ശബത്ത് അവർ ഉച്ച കഴിയുമ്പോൾ റബ്ബിയേയും കൂട്ടി ചെറുപ്പക്കാരനും പിതാവും എല്ലാം അടുത്ത വീട്ടിൽ ചെല്ലും. വീട്ടിൽ ചെല്ലുമ്പോൾ വ്യക്തമായിട്ടൊരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ മുഖത്തൊന്ന് നോക്കും. ഒരു പകുതി ആ പെൺകുട്ടിയുമായിട്ട് ചേർച്ച ഉണ്ടെങ്കിൽ ആ യഹൂദ ചെറുപ്പക്കാരൻ ഒരു പകുതി വീഞ്ഞു കുടിക്കും. അതിൻ്റെ അർത്ഥം 50 എനിക്ക് സമ്മതമാ, ബാക്കി ഇവരുമായിട്ട് ചേർന്നാൽ ഓക്കെ. അത് 2ാം തലം. യഹൂദന്റെ വിവാഹം 3ാം തലമാ. അതിൻ്റെ സ്ഥിരമായ കാതൽ. ഈ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കാണാൻ കുടുംബമായി പോകും. സുന്ദരിയായ ഒരു പെൺകുട്ടി, ഊനമില്ലാതെ നിൽക്കുന്ന ഈ പെൺകുട്ടിയെ കാണുമ്പോൾ ഈ വീഞ്ഞ് മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ചെറുപ്പക്കാരന് പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു. അന്ന് അവിടെ വെച്ചൊരു കൈമാറ്റമുണ്ട്. അതിൻ്റെ പേരാ മോതിര കൈമാറ്റം, വിവാഹ നിശ്ചയം. ഈ പെൺകുട്ടിയുടെ കരങ്ങളിൽ ഒരു മോതിരം ഈ ചെറുപ്പക്കാരൻ ധരിപ്പിക്കുക, ചെറുപ്പക്കാരന്റെ കരങ്ങളിൽ പെൺകുട്ടിയും ധരിപ്പിക്കുക. ഒരു കോൺട്രാക്ട് അവിടെ സൈൻ ചെയ്യും. 1 ഇയർ യഹൂദന്റെ വിവാഹം. ചെറുപ്പക്കാരൻ വീട്ടിൽ വരും. വീട്ടിൽ വന്ന് പിതാവിനോട് പറയും, അപ്പാ എൻ്റെ മണവാട്ടി ശരിയായി, എൻ്റെ ഓഹരി തരണം. 1 ഇയർ കൊണ്ട് എനിക്കൊരു കമ്പാർട്ട്മെന്റ് പണിയണം മണവാട്ടിയെ കൊണ്ടുവരുവാൻ. ബൈബിളിന്റെ നിഴലും പൊരുളും. അന്ന് വധുവിന്റെ വീട്ടിൽ ഒരു കാര്യം നടക്കും. യഹൂദന്റെ വീട് ഒരു നില മാത്രമല്ല, മേളിൽ ഒരു മുറി കാണും. ഈ പെൺകുട്ടിക്ക് വിവാഹം ഉറച്ചു കഴിഞ്ഞാൽ ആ വീട്ടിനകത്ത് രാത്രിയിൽ ഒരു വിളക്ക് കത്തിക്കൊണ്ടേ ഇരിക്കും. കുഞ്ഞുങ്ങളെ, അത് വഴി പോകുന്നവർ പിന്നെ നോക്കത്തില്ല. ഈ വീട്ടിലെ പെൺകുട്ടിക്ക് വിവാഹം ഉറച്ചു കഴിഞ്ഞു, അവൾക്കൊരു മണവാളൻ ശരിയായി. 1 ഇയർ എത്തുമ്പോൾ ഈ ചെറുപ്പക്കാരൻ വീടെല്ലാം പണിഞ്ഞു, പൂന്തോട്ടവും ഒരുക്കിയിട്ട് അപ്പനോട് പറയും, അപ്പാ എൻ്റെ കോൺട്രാക്ട് ദാണ്ട്, എൻ്റെ മണവാട്ടിയെ കൊണ്ടുവരാൻ എൻ്റെ വീട് ഒരുങ്ങി, നമ്മൾക്ക് പോയി വിവാഹം നടത്താം. അങ്ങനെയെങ്കിൽ തിരുവചനത്തിലെ വിവാഹം ദാ വരുന്നു. യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ കൂട്ടുവാൻ 10,000 പേർ സുന്ദരനായി നാഥൻ വരാറായെങ്കിൽ സ്വർഗീയ കമ്പാർട്ട്മെന്റിനകത്ത് 6,000 കോടി വീടൊരുങ്ങിയെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് പകലിലോ രാത്രിയിലോ എപ്പോൾ സന്ദേശം കേട്ടാൽ വീടൊരുങ്ങി. ഇന്ന് നീ ഒരുങ്ങിയിട്ടുണ്ടോ? അതുകൊണ്ട് മത്തായി 25 10 കന്യകമാർ, ഏവർക്കും അറിയാം 10 കന്യകമാർ. അതിൽ 5 പേർ വിളക്ക്, 5 പേരിൽ വിളക്കിനകത്ത് എണ്ണയില്ല. മണവാളൻ വരും അന്നേരം തുണർവുള്ളവരായി. 5 പേർ സമയത്തിലും അസമയത്തിലും നാഥൻ വെളിപ്പെടും. വാതിലിൽ തട്ട് കേട്ടു, 5 പേർ വിളക്ക് തെളിച്ചു. 5 പേരോ എണ്ണ വാങ്ങിക്കാൻ പോയി. കൈവിടപ്പെട്ട സഭയെ അത് കാണിക്കുന്നെങ്കിൽ പഴയ നിയമ ഭക്തന്മാർ പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ, നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാ നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത്രയും സയൻസും ബൈബിളും കേട്ടിട്ടെങ്കിൽ ഇസ്രയേൽ ഇന്നൊരു അംബാസഡർ ചൈനയുടെ തീർത്ത് കളഞ്ഞെങ്കിൽ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേട്ട് കഴിഞ്ഞു. വീടൊരുങ്ങിക്കഴിഞ്ഞു. ഇത്രയും ആഴമായ ദൈവത്തിന്റെ വചനം കേട്ടിട്ട് കം റിട്ടേൺ ദ ഹാൻഡ്സ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിന്നെ ഒന്ന് കൊട്. കർത്താവേ, ഈ മഹാവ്യാധിയുടെ സകല ഫലങ്ങളും പ്രവചനത്തിൽ ഞങ്ങൾ കണ്ടു. നിൽക്കണോ? എന്നാൽ ഇന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ആരംഭിക്കും. വാഗ അതിർത്തിയിൽ വെച്ച് അതതിൻ്റെ അംബാസിഡേഴ്സിന് വൈകിട്ട് പതാക കൊടുക്കുന്നതിന് മുമ്പ് കൈമാറ്റം നടത്തും. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ആ സമയത്ത് വീണ്ടും കൈമാറ്റം നടത്തി അവർ ഗുഡ് ബൈ പറയും. അതുപോലെ ഇവാക്വേഷൻ ചെയ്യുന്നത് പോലെ അവർ
അവരുടെ ഇന്ത്യയുടെ സ്ഥാനപതികൾ പാകിസ്ഥാനിൽ നിന്ന് ഒരു പ്ലെയിനിലേക്ക് ഇങ്ങോട്ട് വരും. പാകിസ്ഥാൻ്റെ കോൺസുലേറ്റുകാരെ മുഴുവനും പാകിസ്ഥാനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയെങ്കിൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും അവരവരുടെ സ്ഥാനപതിമാരെ തിരിച്ചു വിളിക്കുന്ന പോലെ, അവരവരുടെ പട്ടാളക്കാരെ തിരിച്ചു വിളിക്കുന്നത് പോലെ ഇവിടുന്ന് ഒരു തിരിച്ചുവിളിയുണ്ട്. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുക. മധ്യാകാശത്തിൽ കാഹളം മുഴങ്ങും നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് നിർത്താം. കൊറോണയുടെ പരിണത ഫലം: നമ്പർ 1, യഹൂദൻ മടങ്ങി വരും, ആലയം. 2, ലോകം 2 ചേരിയിൽ. താമസമിന ചൈന ആക്രമിക്കപ്പെടാൻ പോകുന്നു. ചൈന ആക്രമിക്കപ്പെട്ടാൽ ഇസ്രയേലുമായിട്ട് അത് കണക്ഷൻ വരാൻ പോകുന്നു. ലോകം 2 ചേരിയിലേക്ക് നീങ്ങാൻ പോകുന്നു. സക്കറിയാവ് 12:3 അന്നാളിൽ ജെറുസലേമിന്റെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കുമെങ്കിൽ ലോകത്തിന്റെ കണ്ണാടിയായി ഇസ്രയേൽ മാറാൻ പോകുന്നു. അമേരിക്കയിലെ ഇൻഡസ്ട്രീസ് റീബിൽറ്റ് ഇൻ ഇസ്രായേൽ സകലവും യഹൂദന്റെ കരങ്ങളിലേക്ക്. യേശു പറഞ്ഞു, അത്തി തളിർത്തു കൊമ്പിളതായി. വേനൽ. ഈ പ്രവചനം കണ്ട തലമുറയോട് ഇന്നും കൂടെ ഞാൻ പറയുന്നു, നമുക്കാർക്ക് ശവപ്പെട്ടി വേണ്ട. ശവപ്പെട്ടിക്കകത്ത് കയറുന്നതിന് മുമ്പ് എൻ്റെ നാഥന്റെ ഗംഭീരനാഥം മധ്യാകാശത്തിൽ മുഴങ്ങും. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാഷണം കേൾക്കുന്ന കുഞ്ഞുങ്ങളെ, ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെ പട്ടണത്തിൽ നല്ലൊരു വീട് ഉപമയാണ്. ഒരു ചെറുപ്പക്കാരി, അദ്ദേഹത്തിന് 40 വയസ്സ്, സഹോദരിക്ക് ഇപ്പോൾ 38 വയസ്സ്. 2 വർഷം മുമ്പ് അവർ ഗൾഫിൽ നിന്ന് വന്നു. മക്കളില്ല. ലാപ്രോസ്കോപ്പി ചെയ്തു, ആർട്ടിഫിഷ്യലായിട്ട് പല കാര്യം ചെയ്തു. ഇപ്പോൾ 2 വയസ്സുള്ള ഒരാൺകുഞ്ഞ്, നല്ല വീട്, കാറ്, സ്വിഫ്റ്റ് ഡിസയർ, കമ്പ്യൂട്ടർ എല്ലാം ഉണ്ട്. ഒരു നല്ല ഉച്ച സമയം ചെറുപ്പക്കാരിയും ഭക്ഷണം കഴിച്ചു കുഞ്ഞിനും കൊടുത്തു. അവർ മൂവരും കടക്കകത്ത് കിടന്നു. ഉപമയായി വിചാരിക്കുക. മക്കളെ, എന്താ സംഭവിച്ചത്? ഒരു ഉച്ച സമയത്ത് 3:30 അവർ എഴുന്നേറ്റ സമയത്ത് കുഞ്ഞ് നല്ല ഉറക്കം. ഒരു തലയണ കുഞ്ഞിനോട് ചേർത്ത് വെച്ചു. ചെറുപ്പക്കാരും പറയും, തോട്ടത്തിൽ പോയി അല്പസമയം ഫ്ലവേഴ്സിനും പൂവിനൊക്കെ വെള്ളം അടിക്കാം, കുഞ്ഞ് ഉണരുമ്പോൾ ചായ ഇട്ട് കൊടുക്കാം. ഇവർ 2 പേരും തോട്ടത്തിലേക്ക് പോയി. എബവ് 15 മിനിറ്റ്സ് ഒരാരവം, അയ്യോ തീ 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 പോകാ. ചെറുപ്പക്കാരി ഓടി വന്നു. നാട്ടുകാർ വീടിന് ചുറ്റും നിൽക്കുക. വീടിന് ചുറ്റും നിന്നപ്പോൾ അവർ പറഞ്ഞു, ഷോർട്ട് സർക്യൂട്ട്. എല്ലാ മുറിയിലും വ്യാപരിച്ചു കഴിഞ്ഞു. അയ്യോ ചെറുപ്പക്കാരും നിലവിളിക്കുക. ഞങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്. 2 വയസ്സേ ഉള്ളൂ. കരിക്കട്ട പോലെ ഒരു കുഞ്ഞ്. അയ്യോ, ഈ തീക്കകത്ത് പെട്ടുപോ. വീടിന്റെ ഫ്രണ്ട് ഡോറിലേക്ക് ചെറുപ്പക്കാരും കരം കോർത്ത് പിടിച്ചുകൊണ്ട് വരുക. തുറക്കാൻ നാട്ടുകാർ പറഞ്ഞു, നെവർ, കയറരുത്, നിങ്ങൾക്കും ഷോർട്ട് സർക്യൂട്ട്, തീയിൽ അകന്നു പോകും. ലാസ്റ്റിൽ അവരൊരു തീരുമാനമെടുത്തു. ആരൊക്കെ ഞങ്ങളെ തടഞ്ഞാലും, ആരൊക്കെ ഞങ്ങളെ കരം വെച്ചാലും, ഞങ്ങളുടെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ് അതിനകത്ത് കിടപ്പുണ്ട്. നാട്ടുകാരെ തൃണവൽഗണിച്ചുകൊണ്ട്, കത്തുന്ന വീട്ടിന്റെ ഡോർ പാളികൾ ഇടിച്ചുകൊണ്ട് ചെറുപ്പക്കാരും വീട്ടിനകത്ത് പാഞ്ഞു കയറി 2 വയസ്സുള്ള കരിക്കട്ട പോലെ അല്പം പൊള്ളിയ കുഞ്ഞിന് വാരിയെടുത്തുകൊണ്ട് പുറത്തേക്ക് വന്നിട്ട് അവർ പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, അല്പ പൊള്ളലേറ്റെങ്കിലും ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന ഞങ്ങളുടെ കുഞ്ഞിനെ ജീവനോടെ കിട്ടിയെങ്കിൽ അതാ ഞങ്ങൾക്ക് വലുതെങ്കിൽ. ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിനകത്ത് അവന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ ആത്മമടവാളനായ കർത്താവ് മധ്യാകാശത്തിൽ വെളിപ്പെടാറായി. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പിൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ. ഈ പത്രവാർത്ത മുഴുവൻ കണ്ട തലമുറയുടെ ഈ തലമുറയിൽ നാഥൻ വരാറായി. ആ സമയത്തിൽ നാഥൻ വെളിപ്പെടും. എണ്ണയുണ്ടോ നിൻ വിളക്കിൽ? നീ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, മടങ്ങി യേശുവിങ്കലേക്ക് വാ. വരവിന്റെ ലക്ഷണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത ഒരു പ്രക്ഷേപണത്തിൽ നാം കടക്കുമ്പോൾ, അപ്പോൾ 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി, ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം. 1 way വേൾഡ് ഓർഡർ, ദ മെയിൻ്റെനൻസ് ടിപ്പ് 666, ആൾസോ ഫാസ്റ്റാഗ്, ആൾസോ ഡിറ്റക്ടർ വിത്ത് കൊറോണ വൈറസ്, പ്രിവെന്റീവ് വാക്സിൻ കം ടു ഹാൻഡ്, അഥവാ ഹ്യൂമൻ ട്രാക്കിംഗ്. അതിലേക്ക് നാം കടക്കും. അതുവരെ സ്വർഗം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയന്റെ വരവ് ഈ തലമുറയിൽ നടക്കാൻ, കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ ഈ മിനിസ്ട്രിയിലുള്ള ചർച്ചസിന്റെ കീഴിലുള്ള എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ.